ഉണ്ട് ഉണ്ട്. ഓക്കെ. ആലപ്പുഴ 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 ഉണ്ടോ? ഓക്കെ. കോട്ടയം കോട്ടയം ഉണ്ട് സാറേ. ഇടുക്കി ഉണ്ട് സാർ, ഉണ്ട് ഉണ്ട്. എറണാകുളം സാറേ ആലപ്പുഴ ഉണ്ട് സാറേ, ആലപ്പുഴ. ഓക്കെ. എറണാകുളം ഉണ്ട് സാറേ, എറണാകുളം ഉണ്ട്. ഓക്കെ. തൃശ്ശൂർ ഷുവർ ഉണ്ട് സാറേ. പാലക്കാട് പാലക്കാട് ഉണ്ടോ? പാലക്കാട് പാലക്കാടുണ്ട്. മലപ്പുറം മലപ്പുറം ഉണ്ട് സാറേ. കോഴിക്കോട് കോഴിക്കോടുണ്ട്. കണ്ണൂർ കണ്ണൂരുണ്ടോ? കണ്ണൂരുണ്ട്. ഉണ്ട്. ഓക്കെ. കാസർഗോഡ് കാസർഗോഡിന് ആരുമില്ല. DTO ഉണ്ടോ? കാസർഗോഡ് DTO? കാസർഗോഡ് ഉണ്ട് സാർ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇത് ഉൾപ്പെടെ 142 പേരെ ഉള്ളല്ലോ സാറേ, ബ്ലോക്ക് AITU ഉൾപ്പെടെ. ബ്ലോക്ക് മാത്രം തന്നെ 152 ഇല്ലേ? ഇല്ല രേഖ, നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടില്ല. മാസ്റ്റർ ട്രെയിനേഴ്സിനെയും AITമാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടില്ല. ഫിനാൻസ് മോഡ്യൂളിലെ മാസ്റ്റർ ട്രെയിനേഴ്സിനെയും AITമാരെയും IVOമാര് കയറിയിട്ടുണ്ടോ? ഇന്റേണൽ വിജിലൻസ് ഓഫീസേഴ്സ്. കോട്ടയത്ത് JG ഉണ്ടേ. JG നമസ്കാരം. വേറെ മറ്റു ജില്ലകളിൽ നിന്ന് കയറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ. ഒന്ന് DTOമാരൊന്ന് ചെയ്യുക. ഒരു കാര്യം ചെയ്യുക, നോഡൽ ഓഫീസേഴ്സ്മാരെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ IVOമാരും ജോയിൻ ചെയ്യാൻ പറയും. ഇനി മുതലുള്ള പരിശീലനങ്ങൾ മുഴുവൻ, നമ്മൾ നടത്തുന്ന എല്ലാ പരിശീലനങ്ങളും IVOമാരും കൂടെ ജോയിൻ ചെയ്യേണ്ടതാണ് അതാത് ജില്ലകളിൽ. അതിന് JDമാരുടെ മീറ്റിംഗിൽ റൂറൽ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. JDമാരെ ഇൻസ്ട്രക്ഷൻ തരും. എന്നാലും ഒന്ന് പറയാണ്, നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ബജറ്റ് എൻട്രി എന്ന് പറയുന്നതിൽ കുറെ അക്കൗണ്ടന്റുമാര് പലതരത്തിൽ നമുക്ക് അവർക്ക് ഓഫ്ലൈൻ പരിശീലനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഓഫ്ലൈൻ പരിശീലനം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്, സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്, അതായത് കിലറ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായിട്ട് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തൊരു സ്ട്രാറ്റജിയാണ്, മാസ്റ്റർ ട്രെയിനർമാർക്ക് ഇന്ന് 2 മണി മുതൽ 5 മണി വരെ, അതുപോലെ AITമാർക്കും കൂടി ബജറ്റ് എൻട്രിയിൽ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു പരിശീലനം നൽകുക. അതിനുശേഷം ഓരോ ജില്ലയുടെയും ഇതനുസരിച്ചിട്ട്, അതായത് ചില ജില്ലകൾ പറഞ്ഞിട്ട് നാളെ ഒക്കെ കുറെ പേരുണ്ടാകില്ല, അവധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിച്ചിട്ട് ആ ജില്ലയിൽ ഒരു 1/2 ദിവസത്തെ പരിശീലനം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ വെച്ചിട്ട് ജോയിന്റ് ഡയറക്ടർമാര് അതുപോലെ തന്നെ DTO കൂടെ ആലോചിച്ചിട്ട് അറേഞ്ച് ചെയ്യുക. ഈ ഒരു നിർദ്ദേശം നമ്മൾ ട്രെയിനിങ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ബാക്കിയുള്ള കുറെ JDമാരോട് അല്ലെങ്കിൽ നോഡൽ ഓഫീസർമാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ, ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. അപ്പൊ കാരണം ബജറ്റ് എൻട്രി നമ്മൾ നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെന്റുകളിലേക്ക് പോവുക, പേയ്മെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ തദ്ദേശഭരണ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഫിനാൻസിന്റെ ഗ്രൂപ്പിൽ പലരും അതിനകത്ത് സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിന് കൃത്യമായ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശീലനം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാസ്റ്റർ ട്രെയിനേഴ്സും AITമാരുമാണ് ഉള്ളത്. അവർക്കെല്ലാം ഫിനാൻസിനെ കുറിച്ച്, ബജറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രയാസകരമായ ആയിരിക്കുമെന്ന് കരുതുന്നില്ല. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീജിത്ത് ശ്രീജിത്ത് നമ്മുടെ ഫിനാൻസിന്റെ ഡൊമൈൻ ആയിട്ടുള്ള ശ്രീജിത്തും രേഖയും കൂടെയാണ് ഫിനാൻസ് നോക്കുന്നത്. 2 പേരും ഉണ്ട്. സോ ശ്രീജിത്ത്, ഓവർ ടു യു ഓൾ. താങ്ക് യു സർ. ഓക്കെ. ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് പിന്നീട് ഇതിനകത്തേക്ക് കയറുന്നതാണ്. ബിക്കോസ് ഐ ഹാവ് അനദർ മീറ്റിംഗ് ടു അറ്റൻഡ്. ഓക്കെ, വിത്ത് ഓൾ യുവർ പെർമിഷൻ. താങ്ക് യു.
ശ്രീത് കണ്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മള് ട്രെയിനിങ്ങില് ട്രെയിനിങ് നമ്മൾ വൺ ടൈം നൽകിയതാണ്. നമ്മൾ സംശയങ്ങൾ തീർത്ത് പോകണോ അതോ ബജറ്റിന്റെ ഒരു ട്രെയിനിങ് ഒരു പ്രാവശ്യം കൂടിയും ആവർത്തിക്കണം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പറഞ്ഞാൽ നന്നായിരുന്നു. അസീസ് സാറേ, ആദ്യം തൊട്ട് തന്നെ ഒന്ന് പറയുന്നതായിരിക്കും സാറേ നല്ലത്. ബജറ്റ് ഒന്നും കൂടി നമ്മൾ ചെയ്യുന്നത് കാണിക്കണോ? അതെ അതെ കാണിക്കണം എന്ന് ഒന്നുകൂടി അത് രസമുണ്ട്. കാണിക്കുന്നത് നല്ലത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. Recording in progress. അതായത് ഒരു കാര്യം പറയാം. ഇപ്പൊ മുനിസിപ്പാലിറ്റികളിലെല്ലാം ബജറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എല്ലാ അപ്രൂവലും എല്ലാം കേസ്മാർട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് എല്ലാവരും ബജറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ആ ബജറ്റ് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ മാത്രമാണ് ആവശ്യം. അപ്പൊ സുജിത്ത് ആ ബജറ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. സുജിത്ത് ഓക്കെ സാർ, ഓക്കെ. ഒന്ന് കാണിക്കും. അപ്പോ നമ്മൾ നേരത്തെ ശ്രീ സാർ പറഞ്ഞ പോലെ നമ്മൾ പഞ്ചായത്തിലേക്ക് നമ്മൾ ബഡ്ജറ്റ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സുജിത്ത്, ക്ലിയർ ആണ്. നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റി പോലെ നമ്മൾ ഫുൾ പ്രോസസ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പഞ്ചായത്തിൽ ജസ്റ്റ് ഡാറ്റ എൻട്രി വർക്കും അതുപോലെ തന്നെ അതിന്റെ ഒരു സബ്മിഷൻ പ്രൊസീജിയറും മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഞ്ചായത്തിൽ ഫസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതും, രണ്ടാമത് നമ്മുടെ 25-26 നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ബുക്കുകളൊക്കെ പ്രിന്റ് ചെയ്ത് കൗൺസിലൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും 25-26. ആ ബഡ്ജറ്റ് വിവരങ്ങൾ നമ്മൾ കേസ്മാർട്ടിനകത്തേക്ക് ഡാറ്റ എൻട്രി ചെയ്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു 2 പ്രക്രിയകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുള്ളൂ. മെയിനായിട്ട് നമുക്ക് പഞ്ചായത്തിന് ഇപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനിയുള്ള റിവിഷൻ ബഡ്ജറ്റിലൊക്കെയാണോ നമുക്ക് കൂടുതൽ, അതായത് ഫുൾ ഫ്ലോ, അതായത് ഫുൾ ആ ജീവനക്കാരും കൗൺസിലേഴ്സും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാരും ഉൾപ്പെടുന്ന ഫുൾ പ്രൊസീജിയറിലൂടെ നമുക്ക് കടന്നു കൊണ്ടുവരും. ഇപ്പൊ നിലവിൽ നമ്മൾ 25-26 ഓൾറെഡി തയ്യാറാക്കിയ ബഡ്ജറ്റ് എങ്ങനെയാണ് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങൾ കാണിക്കണേ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നേരെ ഞാൻ ഒന്നാമത്തെ സെഷനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് മാപ്പിംഗ് ഉണ്ട്. FMBD 01 എന്ന് പറയുന്ന ഒരു സർവീസാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ സർവീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ വേണം, ഒരു വെരിഫയർ വേണം, ഒരു അപ്രൂവർ വേണം. അപ്പോൾ ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ അക്കൗണ്ടന്റിനെ തന്നെ മാപ്പ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ ബഡ്ജറ്റിന്റെ ചുമതല എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ മാപ്പ് ചെയ്താൽ മതി. പിന്നെ വെരിഫയർ ആയിട്ട് അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ഹയർ ഒഫീഷ്യൽസ്, അത് JSO അല്ലെങ്കിൽ HC ഉണ്ടെങ്കിൽ HC അല്ലെങ്കിൽ ഏതെങ്കിലും നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ഹയർ ഉദ്യോഗസ്ഥനെ മാപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അപ്രൂവർ ആയിട്ട് സെക്രട്ടറിമാരെ മാപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു മാപ്പിങ്ങിൽ 3 ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഈ മാപ്പിങ്ങിൽ റൂട്ട് ക്യൂ ഒന്നും സെറ്റ് ചെയ്യേണ്ടതില്ല. കാരണം മറ്റുള്ള സർവീസുകൾക്ക് മാപ്പ് ചെയ്യുമ്പോൾ റൂട്ട് ക്യൂ സെറ്റ് ചെയ്യണോ സെറ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ഈ ഒരു സർവീസിന് അഗെയിൻസ്റ്റ് 3 പേരെ മാത്രം മാപ്പ് ചെയ്താൽ മതി, റൂട്ട് ക്യൂ ഒന്നും സെറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാൻ ആ നേരെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് സ്ക്രീൻ വഴി നമുക്കൊന്ന് കാണാം. സ്ക്രീൻ കണ്ടെന്ന് വിചാരിക്കണോ? കുറച്ചുകൂടി സൗണ്ട് കിട്ടുമോ? ക്ലിയർ ആവണില്ല. അസീസ് സാർ ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ സൗണ്ട് കുറവ് പോലെ. എനിക്ക് മാത്രമുള്ളതാണോന്ന് അറിയില്ലേ. ആണോ, ഓക്കെ, ശരി. അല്ല, സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവുണ്ട്. ഒന്നുകൂടി സൗണ്ട് നന്നായിരിക്കും. ഓക്കെ. ഞാനൊന്ന് ഇതാക്കാം. മൈക്കിന്റെ മാക്സിമം എടുത്തിട്ടാണ് ഇരിക്കണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഞാൻ സ്ക്രീൻ കാണുന്നുണ്ടോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കേസ്മാർട്ടിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു ഇന്റർഫേസ് കാണാം. ഇൻബോക്സ്, സർവീസസ്, മൈ സർവീസ് എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡ്, അങ്ങനെയുള്ള ലെഫ്റ്റ് സൈഡിൽ അതിന്റെ വിവിധ സബ് മൊഡ്യൂളുകൾ അടങ്ങുന്ന ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ബഡ്ജറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യാനായിട്ട് ആ ബഡ്ജറ്റ് സർവീസിന്റെ ഓപ്പറേറ്റർ റോൾ സെറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലോഗിനിൽ ആദ്യം തന്നെ നമ്മളൊരു എറൈസിങ് ഒരു ഫയൽ നമ്മൾ കേസ്മാർട്ടിനകത്ത് ആദ്യം ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫയൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. എറൈസിങ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ വഴിയാണ് അദ്ദേഹത്തിന്റെ ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വഴി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സർവീസിന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഫയൽ എന്നുള്ള ഓപ്ഷനകത്ത് എറൈസിങ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഇവിടെ സർവീസിന്റെ പേര് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ്, വിവരങ്ങൾ, അതായത് ടൈറ്റിലും കാര്യങ്ങളും ഏത് വർഷത്തെയാണ്, അതായത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഫയൽ എടുത്ത് നോക്കുമ്പോൾ
ഫുൾ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ടൈറ്റിലും കാര്യങ്ങളും കൊടുക്കണം. ഇത്രയും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ബാക്കി ജനറൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ, എന്തെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിൽ അതായത് പഞ്ചായത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ട് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഫയൽ വിവരങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് ഫയൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ആ വിവരങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ സബ്മിറ്റ് ചെയ്യണം. ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഫയൽ ഓൾറെഡി അറൈസ് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് ഇത് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നവർ എന്തായാലും ഇതുപോലെ ഈ ഒരു സ്ക്രീൻ വഴി നമ്മൾ ആദ്യം ഒരു ഫയൽ ജനറേറ്റ് ചെയ്ത് എടുക്കണം, ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിന്റെ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലോഗിനിലേക്ക് ഇൻബോക്സിലേക്ക് ഡാഷ് വരും, ഈ ഫയൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ കാണാം. ബഡ്ജറ്റ് ഫോർ 25-26 ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സർവീസിനകത്ത് ഒരു ഫയൽ ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യാനായിട്ട് ഇതിന്റെ മെനു വെച്ചിരിക്കുന്നത് ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. ആ മെനു വഴിയാണ് നമ്മൾ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങളൊക്കെ നമ്മൾ എൻട്രി നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലതുവശത്ത് കാണുന്ന ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിനകത്ത് അതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ക്രീൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള സ്ക്രീനും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ലഭ്യമാകും. അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വർഷം സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 25-26 ന്യൂ ബഡ്ജറ്റിന്റെ വിവരങ്ങളായതുകൊണ്ട് അവിടെ സെലക്ട് ചെയ്യേണ്ടത് 25-26 എന്നുള്ള ഫിനാൻഷ്യൽ തന്നെ സെലക്ട് ചെയ്യുക. നമ്മൾ റിവൈസ്ഡ് ഇപ്പം നമ്മൾ ന്യൂ ബഡ്ജറ്റ് ആണ് എൻട്രി ചെയ്യുന്നത്, കാരണം ഇതിന്റെ റിവിഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണ കാരണം ന്യൂ ബഡ്ജറ്റ് ആണ് ചെയ്യുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള ന്യൂ ബഡ്ജറ്റ് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് അക്കോർഡിയനിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 9 റോ ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കോളങ്ങളായിട്ടും AFS എമൗണ്ട്, ബഡ്ജറ്റ് എമൗണ്ട്, ആന്റിസിപ്പേറ്ററി എമൗണ്ട് എന്ന് പറയുന്ന 3 കോളങ്ങളായിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളത്തിലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിവരങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ടി വരുന്നത്. അതായത് അതിന്റെ നിലവിലുള്ള AFS പ്രകാരമുള്ള ഒരു സംഗ്രഹം അല്ലെങ്കിൽ ഒരു സബ് ടോട്ടലുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ സബ് ടോട്ടൽ ഇതിൽ ഇൻപുട്ട് ചെയ്യണം. AFSുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ഡാറ്റ എൻട്രി നടത്തുന്നില്ല. അതുപോലെ തന്നെ ബഡ്ജറ്റ് 24-25 ലേറ്റസ്റ്റ് ബഡ്ജറ്റ് റിവൈസ്ഡ് ആണെങ്കിലും റിവൈസ്ഡ് ചെയ്യാത്ത ഈ ബഡ്ജറ്റിന്റെ വിവരങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് തൽക്കാലത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻട്രി നടത്തുന്നില്ല. ജസ്റ്റ് ഇതിന്റെ ടോട്ടൽ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് വിവരങ്ങൾ കിട്ടാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ വഴി ശേഖരിക്കുന്നത്. ആന്റിസിപ്പേറ്ററി എമൗണ്ടിലാണ് നമ്മൾ ഡീറ്റെയിൽഡ്, അതായത് ഓരോ ബഡ്ജറ്റ് എൻട്രി ചെയ്യുമ്പോൾ ആന്റിസിപ്പേറ്ററി എമൗണ്ടിന് അല്ലെങ്കിൽ 25-26 ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഫില്ലായിട്ട് വന്നോളും. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ ബാലൻസ് മാത്രമാണ് ആന്റിസിപ്പേറ്ററിയിൽ നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ക്രീൻ ഏതാണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരവിനങ്ങളെ നമ്മളൊരു 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് 4 സബ് ഗ്രൂപ്പുകൾ, അതായത് ആ വർഷത്തിലേക്ക് വരാവുന്ന ഒരു 4 സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെലവിനങ്ങൾ നമ്മൾ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ സബ് ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയാം, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിനെ നമ്മളൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ വരവിനങ്ങൾ നമ്മൾ 4, ചെലവിനങ്ങൾ 5 പ്ലസ് OB, അതായത് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ. ഇത് ഓരോ കാറ്റഗറി AFSനെയും നമ്മൾ ബഡ്ജറ്റിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ AFS പ്രകാരമുള്ള ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എഡിറ്റബിൾ ആണ്. അപ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എന്താണോ നമ്മുടെ AFS പ്രകാരമുള്ള ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് പ്ലസ് ബാങ്കിന്റെ വിവരങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി AFS പ്രകാരം ചെയ്തിട്ടുള്ള ഓൺ സോഴ്സ് റവന്യൂവിൽ വരുന്ന കാര്യങ്ങളും അസൈൻഡ് റവന്യൂവിൽ വരുന്ന കാര്യങ്ങളും ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് അതുപോലെ റിക്കവറി ഇനത്തിൽ വരാവുന്ന തുകകൾ AFS ഡോക്യുമെന്റ് പ്രകാരം എന്ത് ചെയ്യണം, നമ്മൾ ഗ്രൂപ്പ് തിരിച്ചിട്ട് ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യണം. ടോട്ടൽ മാത്രമാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ഡാറ്റ എൻട്രി നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതിനുശേഷം ഈ വിവരങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് AFS പ്രകാരമുള്ള ചെലവുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ്, അസറ്റ് ക്രിയേഷൻ, റീഫണ്ട്, പേയ്മെന്റ് ഓഫ് റിക്കവറീസ്, ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെലവിനങ്ങൾ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൻ്റെയും സബ് ഗ്രൂപ്പുകളുടെ ടോട്ടൽ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഇൻപുട്ട് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ നിലവിലുള്ള റിവിഷൻ ബഡ്ജറ്റ് നമ്മൾ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ബഡ്ജറ്റിനെയും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് 4
ഇൻകം സൈഡിൽ വരുന്ന 4 സബ് ഗ്രൂപ്പുകൾ പ്ലസ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന 5 സബ് ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ചുകൊണ്ട് ഇതിലേക്ക് ഓരോ കോളങ്ങളും ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിന്റെ എൻട്രി ചെയ്യുന്ന ആ ഒരു സ്ക്രീന് കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരുപാട് ഡൗട്ടുകൾ ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഒരുപാട് പേർക്ക് എന്താണ് ഓൺ സോഴ്സ് റവന്യൂ, അസൈൻഡ് റവന്യൂസ്, അങ്ങനെ കുറച്ചിട്ടൊക്കെ ഒരുപാട് പേര് ഡൗട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡൊമൈൻ ടീമും ഇപ്പോൾ കൈയോടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുപാട് വരിക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ സേവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിൽ റിക്കവറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റിക്കവറീസ് നമ്മള് ഇപ്പം ബജറ്റിന്റെ ഭാഗമല്ല, പ്രത്യേകമായിട്ട് ഒരു കോൾ ഉണ്ടാക്കി ചെയ്യുകയാണ് ചെയ്യാം. അപ്പൊ അതിനെയാണ് ഇതിൽ എൻട്രി ചെയ്യേണ്ടത്. സാർ, ഇതിൽ റിക്കവറീസ് എന്ന് പറയുന്നത് ക്യാരി ഓവർ, അതായത് കഴിഞ്ഞ വർഷത്തിൽ ഏതെങ്കിലും തരത്തിൽ റിക്കവറി പിടിച്ചിട്ട് കൊടുക്കാൻ സാധിക്കാതെ ഈ വർഷം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ ബജറ്റിൽ നമ്മൾ നിലവിലുള്ള ബജറ്റില് അങ്ങനെ നമ്മൾ ബജറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായിട്ടാണുള്ളത് റിക്കവറീസ് ഉള്ളത്. ഡെപ്റ്റ് ഹെഡ് പ്രത്യേകമായിട്ടാണ് കാണിക്കുന്നത്. സാർ ഉദ്ദേശിച്ചത് തൻ വർഷത്തെ റിക്കവറിയുടെ കേസാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അത് സാർ ശ്രീ സാറും ഉണ്ടെങ്കിൽ സാർ അതിന്റെ ഒരു ക്ലാരിറ്റി ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് നമ്മൾ റിക്കവറി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മള് ഇപ്പൊ സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വർക്ക് ബില്ല് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സപ്ലയർ ബില്ല് ആയിക്കോട്ടെ, അപ്പൊ നമ്മളൊരു സാധനം വാങ്ങാനാണ് 1 ലക്ഷം രൂപ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു റോഡ് ഉണ്ടാക്കാനോ 1 ലക്ഷം വെക്കുക, അല്ലെങ്കിൽ സാലറി കൊടുക്കാനുള്ള ടോട്ടലാണ് 1 ലക്ഷം വെക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ റിക്കവറി കൊടുക്കാനായിട്ട് റിക്കവറി ഹെഡിൽ വരവൊന്നും രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് ഏതെങ്കിലും റിക്കവറി ആരിൽ നിന്നെങ്കിലും പിടിച്ചെടുക്കാനുണ്ട്, നമുക്ക് ആ രീതിയിൽ വരാനുണ്ട് എങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിൽ തുക വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യേ വേണ്ട. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഇതില് ഏതൊക്കെ സ്കെഡ്യൂളുകളിലെ ഏതെല്ലാം സ്കെഡ്യൂൾ നമ്പറുകളിൽ നിന്നാണ് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എൻട്രി ചെയ്യാനാണെങ്കിൽ AFS ഏത് ഷെഡ്യൂളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ അതേപോലെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. സുഹൃത്തെ, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി, സുഹൃത്തെ എക്സൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏതെന്നൊക്കെ എടുക്കണം എന്നുള്ളത്. നമ്മൾ തലശ്ശേരി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. ഓക്കെ. പിന്നെ ഇനി ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, പറയാമെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലായിട്ട് നമുക്ക് BS8 ഷെഡ്യൂൾ നമുക്ക് കൊണ്ടുവരാം നമ്മുടെ ബജറ്റിലെ BS8. ഓക്കെ സാർ, ദീപ് സാർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഷെഡ്യൂൾ നമുക്കൊന്ന് കൂട്ടായിട്ട് ഇന്ന് രാത്രി ഒന്ന് തയ്യാറാക്കിയിട്ട് നാളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ സരിത മേഡം. അത് ഞങ്ങൾ തയ്യാറാക്കി നിങ്ങൾ ഇന്ന ഷെഡ്യൂളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റ ഇന്നേല് പുട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ. പിന്നെ അവരോട് വേറൊന്നും നമുക്ക് പറയാനില്ല, അവർക്ക് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ സരിത മേഡം, അത് ഞാനും ദീപ് സാറും പിന്നെ ഷിനാസ് സാറും മേഡം കൂടിക്കോളൂ. പരമാവധി ഉപയോഗിക്കുക, നമ്മളെ ദിബുവിനെ പരമാവധി ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് കൂട്ടായിട്ട് ചെയ്ത് നാളെ രാത്രി ഒരു 7 മണിക്ക് വരുന്നത് നമുക്ക് ചെയ്യാം. ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇട്ട് ചെയ്യാം. നാളെ നമുക്ക് അത് കൊടുക്കും. ചെയ്തോളൂ സാറേ, ദീപ് സാറേ. ഓക്കെ. ഷിനാസ് സാർ ഇതിലില്ലേ? ഷിനാസ് സാറില്ലേ? ഷിനാസ് കേറിയത് കണ്ടില്ല. യാത്രയിലാണ് സാർ, കേറിയിട്ടില്ല കേട്ടോ സാറേ. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സാർ? ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ബജറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ബജറ്റ് യൂസ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യണം എന്നല്ലേ? അതെ. അപ്പൊ അത് യൂസ് ചെയ്തിട്ടല്ലേ അത് ഞാൻ ഉദ്ദേശിച്ചത് 25-26 ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി അപ്രൂവ്ഡ് കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ചിനോട് കൂടിയിട്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വിവരങ്ങളാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതല്ലേ ഇതിലേക്ക് ഇപ്പൊ എൻട്രി ചെയ്യേണ്ടത്, അല്ലാതെ AFS എടുക്കേണ്ടതില്ലല്ലോ. ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചൊരു ബജറ്റ് ഉണ്ടല്ലോ. അതന്നെ, അതെ, ആ വിവരങ്ങൾ തന്നെയാണ്. ആ ബഡ്ജറ്റിന്റെ ആ ബഡ്ജറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ AFS ചെയ്യണല്ലോ. AFS യൂസ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിൽ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അല്ല, നിലവിലുള്ള ബഡ്ജറ്റിൽ ഇപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വഴിയാണ് നമ്മളിപ്പോ ബഡ്ജറ്റ് ചെയ്യുന്നത്. ആ ഫോർമാറ്റില് ഏതൊക്കെ BS1 to അങ്ങനെയാണ് വന്നല്ലേ, 12 വരെയോ 13 വരെയൊക്കെ വന്നല്ലേ. ആ ഏത് BSലെ ഏത് ഡാറ്റയാണ് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ട്രെയിനിങ്ങിൽ. അത്രേ പറഞ്ഞു കൊടുക്കാനുള്ളൂ. അപ്പൊ അത് സംബന്ധിച്ച് ആദ്യം നമ്മളൊന്ന് ഇരുന്നിട്ട് നമുക്കൊരു ധാരണ വേണം, എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഏത് BSൽ നിന്ന് എടുക്കുന്ന ഡാറ്റയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഏത് BS4ൽ നിന്നാണോ BS9ൽ നിന്നാണോ വരുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത്രേ വേണ്ടുള്ളൂ. അപ്പൊ വളരെ സിമ്പിൾ ആണത്. അത് ഒന്ന് ഇരുന്ന് നമ്മളൊന്നേ
നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മളാദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഒരു ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെറിയൊരു ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു കൊടുത്ത് വിടാനുള്ള ഞാൻ മുമ്പ് ആ എക്സൽ ഷീറ്റ് കണ്ടല്ലോ, ഈ 9 പിന്നെ ഗ്രൂപ്പുകളിലേക്ക് ഈ സംഗതികൾ മാറ്റിയത്, ഷെഡ്യൂളുകളെ മാറ്റിയ ഒരു സാധനം ഇല്ലേ? അതിപ്പോ മുനിസിപ്പാലിറ്റിന്റെ മാത്രമാണോ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്? സാറേ അത് മുനിസിപ്പാലിറ്റിയാണ് സാർ. അപ്പൊ നമുക്ക് വൈകുന്നേരം ഇരുന്നിട്ടേ ഒരു 7 മണിക്ക് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് അത് പഞ്ചായത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. കാരണം പഞ്ചായത്തിന്റെ പിന്നെ കുറച്ച് വ്യത്യാസമല്ലേ EHMS ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ആയിക്കോട്ടെ, ഞാൻ ലക്ഷദ്വീപിലെ ഉള്ളത്, റേഞ്ച് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് പാലക്കാട് എന്റെ ദിബുവിനെ ഞാൻ വിട്ടു തരുന്നു നിങ്ങൾക്ക്. അല്ല സരിത ചേച്ചി, അതിനകത്ത് പ്രശ്നം വരത്തില്ല. അതായത് നമ്മൾ OB കൊടുക്കുന്ന ഭാഗമാണ് ഈ ഷെഡ്യൂൾ 25-26 OB കറക്റ്റ് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇതൊരു പ്രശ്നമല്ല. ഞാൻ ഫുള്ള് ചെയ്തുകൊണ്ട് അത് നോക്കാണ് പറയുന്നത്. വലിയ ഇഷ്യൂ അല്ല അത്. അല്ല, ചെലവിന്റെ ഭാഗത്ത് ഏതൊക്കെ BS ൽ വരുന്നതാണ് നിങ്ങൾ ഇവിടെ എടുത്ത് കൊടുക്കേണ്ടതെന്ന് പറയണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നീ ഒന്ന് നോക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി ദിബുവേ. ആദ്യത്തെ 2 ഭാഗം, അതായത് കഴിഞ്ഞ വർഷത്തെ AFS, ഇക്കൊല്ലത്തെ റിവൈസ്ഡ് ബഡ്ജറ്റ്, കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് ബഡ്ജറ്റും പ്രശ്നമല്ല. പക്ഷെ മൂന്നാമത്തെ കോളത്തിൽ അത് പ്രശ്നമാവില്ല. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ കോളത്തിൽ പ്രശ്നം വരത്തില്ല. മൂന്നാമത്തെ കോളത്തില് അസീസ് സാറെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുക അല്ല ചെയ്യുന്നത്. ഈ 9 ഷെഡ്യൂളിലേക്ക് അത് ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്തത് 23-24 AFS-ഉം 24-25 റിവൈസ്ഡ് നമ്മൾ നേരിട്ട് 9 ഷെഡ്യൂളിലോട്ട് എൻട്രി ചെയ്തു. പക്ഷേ മൂന്നാമത്തെ കോളത്തിലേക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല. അതാണ് ശ്രീ സാറും ശ്രീതും പറഞ്ഞത്, ഡയറക്റ്റ് എൻട്രി ഇല്ല. അത് അതിന്റെ അതത് ഹെഡുകളിലേക്ക് ബജറ്റ് എൻട്രി ചെയ്യുമ്പോ ഇവിടെ ഡീറ്റെയിൽഡ് എൻട്രി നടത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ എൻട്രി വരുന്നത് നിലവിൽ OBയുടെ കാര്യമല്ല പ്രശ്നം. ഇപ്പൊ നിലവിൽ ചെയ്തു വെച്ച ബഡ്ജറ്റിലുള്ള ഈ ഷെഡ്യൂളുകൾ ഉണ്ടല്ലോ, BS, പിന്നെന്താ പറയാ, ചെലവ് ഷെഡ്യൂളുകളിൽ നിന്ന് ഏതൊക്കെ BS-കളിൽ നിന്നാണ് ഇതിലേക്ക് ഡാറ്റ കൊടുക്കുന്നത് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അതിലായിരിക്കും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെന്താ പറയാ, നമ്മള് ബഡ്ജറ്റ് എൻട്രി ചെയ്യുമ്പോഴല്ലേ ഇപ്പൊ നമ്മള് ഉണ്ടാക്കി വെച്ച ബഡ്ജറ്റ് ഇതിലേക്ക് എൻട്രി വരുത്തുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ പോലും പ്രശ്നമില്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം മൂന്നാമത്തെ കോളത്തിലുള്ള OB കറക്റ്റ് ആവണം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ സാർ. നമുക്ക് ഇപ്പൊ ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം വലിയ ഇമ്പോർട്ടൻസ് ഡീറ്റെയിൽഡ് എൻട്രിക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ആ ഒരു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ മറ്റേ 25-26 ഓപ്പണിംഗ് ബാലൻസ് കൃത്യമായിട്ട് കിട്ടണം. അത് പിന്നീട് തെറ്റ് വരാത്ത രീതിയിൽ നമുക്കത് ഡാറ്റ കിട്ടണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏതൊക്കെ ഷെഡ്യൂളിൽ അത് എടുത്തിട്ട് ഡാറ്റ എൻട്രി ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം കൂടി ഉണ്ട്. ഈ നമ്മുടെ അടുത്തുള്ള ബാലൻസ് എമൗണ്ട് നമ്മൾ ഫണ്ട് വൈസ് സ്പ്ലിറ്റ് ചെയ്യണം. ഏതൊക്കെ ഫണ്ടിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൺ ഫണ്ട് ഉണ്ടായിരിക്കും, ജനറൽ പർപ്പസ് ഫണ്ട് ഉണ്ടായിരിക്കും. ആ ഫണ്ട് കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. ഓരോ ചെലവുകളുടെ ക്ലോസിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് മാത്രം ടോട്ടൽ അത് BS ഉണ്ട്, ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ 4 അതെ. ഏതൊക്കെ ഗ്രാൻഡ് ഫണ്ടുകളെല്ലാം അതിൽ വരുമല്ലോ. അതെ. അപ്പൊ അതൊന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ വേറെ വിഷയമൊന്നും അതിൽ വരുന്നില്ല. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സാറേ? ഞാനിത് ബജറ്റ് റിപ്പോർട്ട് എൻട്രി ചെയ്തു. ബജറ്റ് റിപ്പോർട്ട് എൻട്രി ചെയ്തപ്പോൾ നമ്മുടെ തനത് ഫണ്ട് സ്റ്റേറ്റ്മെന്റുകളെല്ലാം ടോട്ടൽ റവന്യൂ റെസിപ്റ്റ് എന്നാണ് കാണിക്കുന്നത്. മറ്റേ 320 തുടങ്ങുന്ന ഗ്രാൻഡ് കോൺട്രിബ്യൂഷൻ എല്ലാം അതും ലോണും ചേർത്ത് ടോട്ടൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അതെ, ശരിക്കും ടോട്ടൽ ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലല്ലോ. 320 തുടങ്ങുന്നത് നമുക്ക് റവന്യൂ വരാം, ക്യാപിറ്റലും വരാം. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വരുന്നത് തെറ്റല്ലേ? അത് അല്ല, തെറ്റല്ല സാറേ. അതായത് നമ്മൾ റവന്യൂ വരവ് എന്ന് പറയുന്നത് നമ്മളെ തനത് ഫണ്ടിൽ നിന്നുള്ള വരവാണ് റവന്യൂ വരവ്. മറ്റേതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പൊ സർക്കാർ തരുന്ന ഗ്രാന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർക്ക് മാറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർക്ക് മാറും. നമ്മൾ റവന്യൂ വരവ് എന്ന് പറയുന്നത് നമ്മളെ തനത് ഫണ്ട് വരവ് മാത്രമാണ് റവന്യൂ വരവ്. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് ശരിക്കും അപ്പോ ബാക്കി എല്ലാ ഫണ്ടുകളും ചേർത്ത് ക്യാപിറ്റൽ റെസീറ്റ് എന്നാണോ പറയണ്ടേ? അതെ, ഇതിൽ ഉപയോഗിച്ചത്. അതെ. അല്ല, അപ്പൊ അതിന്റെ ബേസിക് ആയിട്ട് ഐഡിയ തന്നെ ശ്രീജിത്തെ മുന്നേ നമ്മളോടൊക്കെ പറഞ്ഞു തന്നത് എങ്ങനെയാന്ന് വെച്ചാല്, റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മള് ഒരു വരവ് കാണേണ്ടതുണ്ടല്ലോ. ഒരു വരവുണ്ടെങ്കിലല്ലേ ഒരു ചെലവുള്ളൂ. അപ്പൊ അതിന് എന്താണോ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വരുന്ന വരവ്, അതാണ് റവന്യൂ ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എത്ര തുക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു തുക നമ്മൾ ക്യാപിറ്റൽ ഇൻകം ആയിട്ട് കാണണമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്.
നമ്മൾ 5% നീക്കിയിരിപ്പ് വെക്കേണ്ടത്. നമ്മളെ റവന്യൂ വരവിന്റെ 5%ആണ് നമ്മൾ ബാക്കിയിരിപ്പ് വെക്കേണ്ടത്. ബാക്കിയുള്ള വരവിന്റെ ഒന്നും നമുക്ക് ബാക്കിയിരിപ്പിന്റെ ആവശ്യമില്ല. ക്യാപിറ്റൽ വരവിന്റെ ഒന്നും ബാക്കിയിരിപ്പിന്റെ ആവശ്യമില്ല. പിന്നെ എത്ര രൂപയാണോ നമുക്ക് കിട്ടിയ ഗ്രാന്റുകളിൽ നിന്നോ CSR ഫണ്ടുകളിൽ നിന്നോ ബാക്കി ഏത് ഫണ്ടുകളിൽ നിന്നാണ് എത്ര രൂപയാണോ നമ്മൾ റവന്യൂ ചെലവ് ചെയ്യുന്നത്, തുല്യമായ തുക എന്തിലേക്ക് മാറും? ക്യാപിറ്റൽ റെസീറ്റിൽ നിന്ന് റവന്യൂ ചെലവിലേക്ക് മാറും. ആ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഇന്റേണലി സിസ്റ്റം കൺട്രോൾ ആണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളത് റവന്യൂ റിപ്പോർട്ടിൽ ഔട്ട്ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ചെലവുകൾ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ എന്നാണ് പറയുന്നത്. അതെ സാറേ. ഇത് എല്ലാ സിസ്റ്റവും നമ്മളെല്ലാം പക്കയായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിരിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിപ്പോ നമ്മള് പിന്നെ 1-ലാണ് നമ്മളിവിടെ പ്രോപ്പർട്ടി ടാക്സ് വരവ് വയ്ക്കുന്നത് ആണല്ലോ, റെസീറ്റ് ചെയ്യുന്നത് ബജറ്റിൽ. പക്ഷെ ആക്ച്വൽ നമുക്ക് വരവ് തരിക 4-ലാണ് വരവ് വരും. പ്രോപ്പർട്ടി ടാക്സ് 4-ലാണ് വരവ്. പക്ഷെ നമ്മൾ ഈ 1-ന് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ 100 കോടിയാണ് നമ്മൾ ഒരു പഞ്ചായത്തിന്റെ റവന്യൂ റെസീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ 60,000 രൂപയാണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരവായിട്ട് കാണിക്കുക 60,000, 40,000 നമുക്ക് കിട്ടാനുള്ളതായിട്ടാണ് കാണിക്കുക. ക്ലിയർ അല്ലേ? എല്ലാ സിസ്റ്റം ഇന്റേണലി എടുത്ത് ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. പക്ഷെ ആ കംപ്ലീറ്റ് സിസ്റ്റം ആയിട്ടില്ല. ആ സിസ്റ്റം ഒരു 1 ടൈം ആ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് ഞങ്ങൾ ഈ സംശയങ്ങളെല്ലാം തീരും. ഫുൾ റിപ്പോർട്ട് ജനറേറ്റ് ആകുമ്പോൾ അതെ. അതായത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഐഡിയക്ക് വേണ്ടി പറയാണ്. അപ്പൊ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഗ്രാന്റ്സ് കേരള സ്റ്റേറ്റ് സർക്കാർ പിന്നെ ബജറ്റ് കേരള സർക്കാരിന്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രയാണ് തരാനുള്ള അനക്ഷർ 4 വരുമല്ലോ. അനക്ഷർ 4 വരുന്ന ടൈം തന്നെ നമ്മൾ April 1 സീറോ അവർ പ്രോസസ് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് റിസീവബിൾ ആക്കി വെക്കും. അപ്പോൾ 1 കോടിയാണ് പഞ്ചായത്തിന് തരാനുള്ള, 1 കോടി റിസീവബിൾ ആണ്. എപ്പോഴാണോ ഗവൺമെന്റ് അലോട്ട്മെന്റ് തരുന്നത് അപ്പൊ അത് എന്ത് ചെയ്യും? ട്രഷറി അലോട്ട്മെന്റ് ആക്കും. പിന്നീട് ചെലവഴിക്കുന്ന സമയത്ത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? റവന്യൂ വരവിലേക്ക് റവന്യൂ വരവ് മാറ്റും, ക്യാപിറ്റൽ ചെലവിലേക്ക് മാറ്റും. ഇതിന്റെ ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആണ് ചെയ്യുന്നത്. നമുക്ക് മാനുഷികമായ ഒരു ഇടപെടലും. ക്ലിയർ ആണ്? ബജറ്റിൽ നമ്മളപ്പോ റവന്യൂ റെസീറ്റിനായിട്ടും ക്യാപിറ്റലായിട്ടും നമ്മൾ തിരിക്കുന്ന ആ ചെലവ്, ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മാറി കിട്ടും. അതെ സാർ. മാനുവലായിട്ട് തിരിക്കണ്ട, വേണ്ട. പക്ഷെ സിസ്റ്റം അതിലേക്ക് നമ്മളെല്ലാതും കാണിച്ചു തരാൻ രീതിയിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും. ഇനി നമ്മൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ജനറേഷൻ ആണ്. അതൊരു 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ജനറേഷൻ എല്ലാം കറക്റ്റ് ആവും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, പറയും. അങ്ങനെയാണെങ്കിൽ ദീപ് സാർ അതേ ഒരു വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലത് പറയുന്നുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ ഒരു എക്സൽ ഷീറ്റും കൂടി ഇത് സംബന്ധിച്ച് ഇട്ട് തരാം. ഞങ്ങൾ നോക്കിയിട്ട് ഒന്ന് ഇട്ട് തരാം. ഇന്ന് രാത്രി തന്നെ ഇട്ട് തരാം. അത് പ്രകാരം കീഴിൽ ക്ലാസ് കൊടുത്താൽ മതി. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഈ പേയ്മെന്റ് ഔട്ട്ഫ്ലോയിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒന്നും കാണിക്കില്ല. അതെല്ലാം അസറ്റ് ക്രിയേഷൻ മെയിൻ്റനൻസ് തന്നെയാണ് വരുന്നത്. അത് സാറേ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ബജറ്റ് ലിങ്ക് ചെയ്തു, ഒരു ഫയലിലേക്ക് ബജറ്റ് ലിങ്ക് ചെയ്തു. ഇപ്പൊ റോഡ് ഉണ്ടാക്കാനുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ റോഡ് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുന്ന നമ്മളിപ്പോ ബജറ്റ് പ്രകാരമുള്ള കണക്ക് എൻട്രി ചെയ്യുന്നതാണ് ചോദിച്ചത്. സാർ ഒന്നും ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല സാറേ. അല്ല, നമ്മളിപ്പം അസറ്റ് ക്രിയേഷൻ ഇപ്പം പേയ്മെന്റ് ഔട്ട്ഫ്ലോ ഉണ്ട്. അതില് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ സാധനം ഇല്ല. അസറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ബജറ്റിൽ കാണിക്കുന്നത് നമ്മൾ AFS പ്രകാരമുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ മറ്റുള്ള, അതൊക്കെ എവിടെയാണ് കാണിക്കുക? അല്ല, അതിലെല്ലാം ഹെഡുകൾ ഉണ്ടല്ലോ. അതിനെല്ലാം ഹെഡുകൾ അതിനെ കുറിച്ചായിട്ട് എല്ലാം 2 ഹെഡ് 4 ഹെഡ് എല്ലാം അത് ബജറ്റ് എൻട്രിയിൽ. പക്ഷെ ഈ ഓപ്പണിംഗ് ബാലൻസിൽ എവിടെ കാണിക്കും? ഓപ്പണിംഗ് ബാലൻസിൽ അത് പ്രശ്നമല്ല സാറേ. ഓപ്പണിംഗ് ബാലൻസിൽ അത് ഇഷ്യൂ വരുന്നില്ല. അത് നമ്മൾ അസറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഉള്ള ഭാഗത്ത് കൊടുത്താൽ മതി. കാര്യം നമ്മുടെ ഉദ്ദേശം 25-26 OB മാത്രം കറക്റ്റ് ആ കൊണ്ടുവരിക മാത്രമല്ലേ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. വേറെ ഉദ്ദേശമൊന്നുമില്ല സാറേ. വേറെ ഒരു ഉദ്ദേശമില്ല. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ക്ലോസിംഗ് ബാലൻസ് റെഡിയാക്കിയാൽ മതി. അത്ര മാത്രം മതി സാർ. എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിടാം. ചെയ്തിടാം, തീർച്ചയായിട്ടും ചെയ്യാം. അതെ, അതാണ് ആദ്യം പറഞ്ഞത്. അത് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ള പ്രശ്നമാക്കണ്ട. നമുക്ക് OB കറക്റ്റ് ആക്കുക ലാസ്റ്റ് കോളത്തിൽ. അതെ സാർ. സാർ അതിന് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ OB കറക്റ്റ് ആവുന്നതിന്റെ കൂടെ തന്നെ ആ OB-യിലുള്ള ഓൺ ഫണ്ട്, അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകൾ വേർതിരിച്ചിട്ട് നമ്മുടെ ഒരു കണക്ക് സൂക്ഷിക്കണം. അത് പിന്നീട് നമുക്ക് എൻട്രി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കറക്റ്റ് ചെയ്യണം.
അതായത് ഓൺ ഫണ്ട് ആ OB-യിൽ എത്ര ഓൺ ഫണ്ട് എമൗണ്ട് ഉണ്ട്, എത്ര ജനറൽ പർപ്പസ് ഫണ്ട് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടുകൾ ഉണ്ടെങ്കിൽ CFC അതുപോലെ തന്നെ ഹെൽത്ത് ഗ്രാന്റ്, അപ്പോൾ ആ ടോട്ടൽ എത്ര ഫണ്ടുകളുടെ കൺസോളിഡേഷൻ ആണ് വരുന്നത് എന്നുള്ളൊരു കണക്ക് നമ്മൾ എടുത്തു വെക്കണം. ആ കണക്ക് ഫണ്ട് സ്പ്ലിറ്റപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വഴി നമ്മൾ പിന്നീട് എൻ്റർ ചെയ്യാനായിട്ട് ഒരു തരും, ഓപ്ഷൻ തരും. എന്തായാലും സുജിത്തിന്റെ സൗണ്ട് ഒന്നും കൂടി കൂടണം. കുറവാണോ? കുറഞ്ഞു പോയാലും നേരത്തെ കൂടി വന്ന് കുറഞ്ഞു പോയി. കേൾക്കാവോ? ഞാനൊരു സംശയം, ക്ലോസിംഗ് ബാലൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇത് ചെയ്യുന്നത്? അതെ സർ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഹെഡുകളിലും പകരം ഒരു ക്ലോസിംഗ് ബാലൻസ് മാത്രം ചെയ്യുന്നതിൽ കൊണ്ടുവന്നാൽ പോരെ? ഇങ്ങനെ ഓരോന്ന് ഹെഡ് വൈസ് കൊണ്ടുവരേണ്ട എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? അതെ സാറേ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരു ഓഡിറ്റും കൂടി എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഈ ഫണ്ട് വന്നത്. ഇപ്പൊ ഒരാള് നമ്മൾ വെറുതെ ക്ലോസിംഗ് ബാലൻസ് അങ്ങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ അയാൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് എൻ്റർ ചെയ്തു. ഇപ്പൊ അവർ AFS പ്രകാരം ഇത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കൃത്യതയുള്ള കണക്ക് കിട്ടും. മറ്റേ ഇത് വെറുതെ ഒരു ക്ലോസിംഗ് അത് 1 രൂപ കുറച്ചിടാം, 10 രൂപ കുറച്ചിടാം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്ത് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ AFS പ്രകാരം ഓരോ വരവും നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ട്. ബഡ്ജറ്റിലുള്ള ക്ലോസിംഗ് ബാലൻസ് അല്ലേ എടുക്കാൻ പറ്റുള്ളൂ? അല്ല, AFS പ്രകാരമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അത് പ്രകാരമാണ് ചെയ്തത്. അതിന്റെ ഒരു ഹെഡ് വൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, ഡിവൈഡ് ചെയ്തിട്ടേ ഉള്ളൂ, അത്രയല്ലേ ചെയ്തുള്ളൂ. അതല്ല AFS വരുന്നത് വെച്ചാൽ 2023-24 AFS പ്രകാരമുള്ളതും റിവൈസ് ബഡ്ജറ്റ് 2024-25 റിവൈസ്ഡ് ബഡ്ജറ്റ് പ്രകാരമുള്ളതും ചെയ്തു വരുന്നത് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ കിട്ടുന്നത്. അത് ബഡ്ജറ്റിലും ക്ലോസിംഗ് ബാലൻസ് കിട്ടുമല്ലോ. ആ ക്ലോസിംഗ് ബാലൻസ് അതുപോലെ അത് കൃത്യമായ ക്ലോസിംഗ് അല്ല ഓപ്പണിംഗ് ബാലൻസ് അവിടെ കിട്ടണം. പക്ഷെ അത് കൃത്യമായ മാർഗത്തിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും വെച്ചിട്ട് അവിടെ വരുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പുറത്ത് അവർ ഓരോ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ കറക്റ്റ് ഇപ്പുറം ആദ്യത്തെ കോളം കറക്റ്റ് ആയാലും രണ്ടാമത്തെ കോളവും അതേപടി മൂന്നാമത്തെ കോളത്തിൽ ഓപ്പണിംഗും കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും ക്ലിയർ ആണ്. എന്താ സാറേ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അടുത്ത പ്രാവശ്യം നമ്മൾ AFS തയ്യാറാക്കുക K-സ്മാർട്ടിലാണ് AFS തയ്യാറാക്കുക. K-സ്മാർട്ടിൽ AFS തയ്യാറാക്കുന്നതോടുകൂടി ഈ പറയുന്ന ഡാറ്റ എല്ലാം ഓട്ടോമാറ്റിക് കയറി വരും. സാറേ ക്ലിയർ ആയോ? നമ്മൾ മാനുവലായിട്ട് കൊടുക്കേണ്ട കാര്യമല്ല. അതെല്ലാം മനസ്സിലായി, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ആ ഒരു രീതി സൃഷ്ടിച്ചു വെച്ചത്. വേറൊരു സംശയം പറഞ്ഞോട്ടെ സാർ? പറയൂ സാർ. നമ്മൾ MGNREGS നമ്മള് സാലറി കൊടുക്കുന്നത് അഡ്വാൻസ് ഷെഡിൽ നിന്നാണല്ലോ സാറേ. അത് തെറ്റാണ്. MGNREGS സാലറി കൊടുക്കുന്നത് MGNREGSന്റെ ഫണ്ടിൽ നിന്നല്ലേ? ഫണ്ടിൽ നിന്നാണ്. അതെ അതെ ഓക്കെ. അതെങ്ങനെ അഡ്വാൻസ് ആവും സാറേ? അല്ല സാർ, അങ്ങനെയല്ല. അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. MGNREGSന്റെ സാലറി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, വളരെ കൂടുതലുണ്ട്. ഓക്കെ. അത് പിന്നീട് നമ്മൾ റീകൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ കൊടുക്കുമ്പോൾ 4 കൊടുത്തിട്ട് റീകൂപ്പ് ചെയ്യുമ്പോൾ ജേണലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് ചെയ്തു പോകുന്നത് ഇപ്പോൾ. അത് സാറേ നമ്മളെ സിസ്റ്റത്തിൽ ഈ നമ്മൾ ആദ്യം സത്യം പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് അല്ല കൊടുക്കുന്നത്. അവർ ജോലി ചെയ്തു അവരാണ് കൊടുക്കുന്നത്. അവരെ നമ്മൾ കൊടുക്കുന്നത് അഡ്വാൻസ് അല്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺ ഫണ്ട് കൊടുത്തു അല്ലേ? അല്ലെ ദീപ് സാർ, അങ്ങനെയല്ലേ? അത് പിന്നീട് റീകൂപ്പ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ സിസ്റ്റത്തിൽ വരും. ആ സമയത്ത് അത് റീകൂപ്പ് ചെയ്താൽ മതി. കൊടുക്കുന്നത് ആ ചെലവ് തന്നെ കൊടുത്താൽ മതി. അപ്പൊ അതില് പ്രശ്നമുണ്ട് സാറേ. പഞ്ചായത്തിൽ നിന്ന് എത്ര അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് കണക്കില്ലാതാവത്തില്ല. പഞ്ചായത്തിന് അഡ്വാൻസ് തന്നെ സാറേ. അത് പഞ്ചായത്തിന് അഡ്വാൻസ് തന്നെ. അവർക്ക് ശരിക്കും കൂലിയായിരിക്കാം. പക്ഷെ പഞ്ചായത്ത് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഈ കൊടുക്കുമ്പോ ഇപ്പൊ നമ്മൾ ബജറ്റിൽ എന്ത് വകയിരുത്തിയിട്ടുണ്ട്? നമ്മൾ MGNREGS നമ്മൾ 1 ലക്ഷം രൂപ കൂലി കൊടുക്കാനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബജറ്റിൽ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ സമയത്ത് അതിൽ ഫണ്ടില്ല. ആ ഫണ്ടിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അഡ്വാൻസ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത്, ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് റീകൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ടെന്നോ ഓൺ ഫണ്ടെന്നോ ഈ പൈസ കൊടുക്കാം. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് റീകൂപ്പ് ചെയ്യാനുള്ള മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൺ ഫണ്ട് കൊടുക്കാം. ഓൺ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം സിസ്റ്റം തന്നെ കാണിച്ചു തരും നിങ്ങൾക്ക് എന്ത്, ഈ തുക ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്തതാണ്, റീകൂപ്പ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് റീകൂപ്പ് ചെയ്യാം. അതിനുള്ള സംവിധാനം സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അല്ല, അത് അഡ്വാൻസ് അല്ല. അപ്പൊ അത് ഏത് ഹെഡിലാണ് അപ്പൊ പിടിക്കുക സാർ? അതായത് നമ്മൾ ഏത് ഹെഡിലാണോ വേതനം കൊടുക്കുന്ന ആ ഹെഡിൽ തന്നെ വേതനം കൊടുക്കുക. അവിടെ നമ്മൾ കൊടുത്ത അഡ്വാൻസിന്റെ കണക്ക് നമുക്ക് കിട്ടില്ല. അതാ ഞാൻ പറയുന്നത്. നമ്മൾ ഏത് ഫണ്ടിൽ നിന്നാണോ
അല്ല ഏത് ഹെഡിലാണോ കൊടുക്കേണ്ടത്, ഡെബിറ്റും ക്രെഡിറ്റും ഏത് ഹെഡിലാണോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആകെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഫണ്ട് മാറുമ്പോൾ ഇത് റീകൂപ്പ് ചെയ്യാനാണോ എന്നുള്ളത് ചോദിക്കും. ആ റീകൂപ്പ് ടിക്ക് ചെയ്യുക. ആ റീകൂപ്പ് ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ ഏത് ഫണ്ടിലേക്കാണോ റീകൂപ്പ് ചെയ്യാൻ സിസ്റ്റം തരും, സിസ്റ്റം ഡീറ്റെയിൽസ് തരും. അപ്പൊ ആ റീകൂപ്പിനുള്ളത് നമ്മൾ ഇതിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, അത് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറയുന്ന പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണ് വരിക. അതിപ്പോ ഡെവലപ്മെന്റ് ഫണ്ടിന് കൊടുക്കാം, മെയിൻ്റനൻസ് ഫണ്ടിന് കൊടുക്കാം, MGNRGs കൊടുക്കാം. ഏതെന്ന് കൊടുത്താലും നമ്മൾ കൊടുക്കുമ്പോൾ ഫണ്ട് ഇല്ലെങ്കിൽ റീകൂപ്പ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫണ്ടിന് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫണ്ടിലേക്ക് എത്ര റീകൂപ്പ് ചെയ്യാണ്ട് കാണിക്കും, ഏതൊക്കെ ഫണ്ടിന്ന് റീകൂപ്പ് ചെയ്യാണ്ട് കാണിക്കും. ആ ഫണ്ടിൽ നിന്നെല്ലാം റീകൂപ്പ് ചെയ്ത് നമുക്ക് ഫൈനലൈസ് ചെയ്ത് പോകും. ആ സിസ്റ്റം പണിപ്പുരയിലാണ്, കഴിഞ്ഞിട്ടില്ല. സാറേ നിലവിൽ ഇപ്പൊ റീകൂപ്പ് ചെയ്യാൻ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ല, ഞാനതാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഒരു 2 മാസത്തിനുള്ളത് അപ്ഡേറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ ഇപ്പൊ നിലവിൽ സാറേ നമ്മള് ഏത് ഹെഡിലാണ് അതിന് ഇപ്പൊ പേയ്മെന്റ് ചെയ്യേണ്ടത്? ഇത് ശരിയാവുന്നവരെ ഉള്ള നിലയ്ക്ക് NRGSന്റെ ഹെഡിൽ തന്നെയാണോ പേയ്മെന്റ് ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ NRGSന്റെ പേയ്മെന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഫണ്ട് ഓൺ ഫണ്ട് കൊടുത്ത് ചെയ്യുക. എന്നിട്ട് അത് രജിസ്റ്റർ കീപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നീട് അത് റീകൂപ്പ് ചെയ്യുക. ഈ സിസ്റ്റം വരുന്നവരെ 2 മാസത്തിനുള്ളിൽ ഈ സിസ്റ്റം അപ്ഡേറ്റ് ആവും. ഓക്കെ സാർ. അപ്പൊ നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ നോൺ ക്യാഷ് ജേണൽ ആണ് വരിക. കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ആ ഫണ്ട് വേറെ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് നോൺ ക്യാഷ് ജേണലാണ്. നമ്മളെ ഫണ്ടിലേക്ക് പൈസ വരുന്നില്ലല്ലോ അത് സാറേ. തിരിച്ച് നമ്മളെ ഫണ്ടിലേക്ക് വരുമല്ലോ സാർ. അതല്ല സാറേ നമ്മുടെ ഫണ്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ സാധാരണഗതിയിൽ MGNRGs ഫണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഇതിലേക്ക് വരുന്നില്ലല്ലോ, നേരിട്ട് ട്രഷറിയിൽ നിന്നല്ലേ പോകുന്നുള്ളൂ. അല്ല, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. സാർ അപ്പോ പോവർട്ടി അലിവിയേഷൻ എന്ന ഹെഡിൽ തന്നെ പേയ്മെന്റ് ചെയ്യണം. അതേ ഹെഡിൽ തന്നെ ചെയ്യണം. അങ്ങനെ എത്ര രൂപ റീകൂപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വെറുതെ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഈ സിസ്റ്റം വരുന്നവരെ രജിസ്റ്റർ ചെയ്ത് വെക്കുക, എന്നിട്ട് റീകൂപ്പ് ചെയ്യുക. സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശമ്പളത്തിന്റെ വരുന്ന നേരെ ഹെഡില്ലേ? ഏതില്ല സാറേ? അഡ്മിൻ ഫണ്ട് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ പോവർട്ടി അലിവിയേഷൻ പഴയ 251, 800, 301 വേണ്ടല്ലോ ഇപ്പൊ. അഡ്മിൻ ഫണ്ട് ഉണ്ട് ഇപ്പൊ. അതിൽ ചെയ്താൽ മതി. ഏതിലാണോ ചെയ്യുന്നത്? അഡ്മിൻ ഫണ്ടിലാണ് വേജസ് ഒക്കെ ചെയ്യേണ്ടത്. അതിന്റെ മിഷൻ AUGRS അല്ല ഏതാ MGNRGs കൊടുക്കണം. മനസ്സിലായോ സാറേ? ബജറ്റ് ചെയ്യുമ്പോൾ MGNRGs കൊടുക്കണം. ആ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കിട്ടും. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം 2 മാസത്തേക്ക്. അത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. എത്ര രൂപ റീകൂപ്പ് ചെയ്യാണ്ട് ആ റിപ്പോർട്ടായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സാറേ? ബ്ലോക്കിലെ MGNRGSന്റെ അക്കൗണ്ട് നമ്മൾ മാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാറേ ക്ലിയർ ആയില്ല. ഈ ബ്ലോക്കിലെ MGNRGSന് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പം അത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നുള്ള പേരിന് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എന്നുള്ള പേരിലാണ് ഉള്ളത്. അപ്പൊ ആ അക്കൗണ്ട് നമ്മള് പിന്നെ ഈ ഇതിലേക്ക് പിന്നെ അക്കൗണ്ട് ക്രിയേഷനിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? സാറേ, ബ്ലോക്ക് സെക്രട്ടറിന്റെ കീഴിലാണെങ്കിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടാണ് പൈസ കൊടുക്കേണ്ടതെങ്കിൽ, അദ്ദേഹമാണ് അധികാരിയെങ്കിൽ അതെല്ലാം ഇതിലേക്ക് കൊണ്ടുവരണം. ഓക്കെ സാർ. അതായത് നമ്മൾ AFS എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിന്റെ പേരിലുള്ളതും ചെയർമാന്റെ പേരിലുള്ളതും ആയുള്ള എല്ലാ കണക്കും നമ്മൾ AFSൽ റിഫ്ലക്ട് ചെയ്യണം. അതുകൊണ്ട് അതെല്ലാം കൊണ്ടുവരണം. അതല്ല AFSൽ വരണ്ടാത്ത കണക്കുകളാണെന്ന് വെച്ചാൽ കൊണ്ടുവരണം. ശരി സാർ. ഓക്കെ സാർ. സാർ വേറെ ഡൗട്ടുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കഴിച്ച് പറഞ്ഞു പോയാലോ? ഓക്കെ തുടരട്ടെ എന്നാല്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഓക്കെ. ഈ NRGSന്റെ ഫണ്ട് നമ്മൾ ബഡ്ജറ്റിൽ ഇപ്പോൾ NRGSന്റെ ഫണ്ട് കാണിച്ചേക്കുന്നത് ടോട്ടൽ EFMS അതായത് അവരുടെ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള ടോട്ടൽ തുക അഡ്മിൻ പ്ലസ് ആക്ഷൻ പ്ലാൻ പ്രകാരം ടോട്ടൽ അവർ ഒരു വർഷം ചെലവഴിക്കാവുന്ന ടോട്ടൽ തുകയാണ് നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പക്ഷെ ഇപ്പൊ പറഞ്ഞത് റീകൂപ്പ് ചെയ്യാനുള്ള ഈ അഡ്മിൻ തുക മാത്രമുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ തുക എന്ന് പറയുന്ന ഈ EFMS അടക്കം വരുന്ന വലിയ കോടികൾ അടക്കം വരുന്ന തുക ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിൽ കാണിക്കുക? അപ്പോൾ അത് മാഡം നമ്മൾ ചെയ്യേണ്ട തുക എന്താ വെച്ചാൽ, നമുക്ക് എത്ര രൂപയാണോ നമുക്ക് MGNRGSൽ നമുക്ക് വരവ് വെക്കേണ്ട വെച്ചാൽ അത്രയും തുക, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് പ്ലസ് നമ്മളെ വർക്കിന്റെ പൈസ ഉൾപ്പെടെ 100 കോടിയാണ് വിചാരിച്ചോളൂ. 100 കോടിയാണ് നമ്മൾ വരവ് വെക്കേണ്ടത്.
ഈ 100 കോടിക്ക് തുല്യമായ ചെലവ് നമ്മൾ കാണിക്കുന്നു. ഇത്രയാണ് ബജറ്റിലുള്ളത്. ഈ കാര്യം ക്ലിയർ ആണോ മാഡം? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മാഡം? ക്ലിയർ ആണ് ഓക്കെ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് കൊടുക്കാൻ അവരെ കയ്യിൽ പിന്നെ ആ സമയത്ത് നമുക്ക് ആ ഫണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കുന്നു. എത്ര രൂപയാണോ നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതെങ്കിൽ ഈ ബജറ്റിന് എഗ്രിസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഫണ്ട് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ആ തുല്യമായ തുക അതിൽ ഫണ്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് റീകൂപ്പ് ചെയ്യാൻ പറ്റും. അവിടെ ബജറ്റ് വാലിഡേഷന്റെ ഒന്നും വിഷയം വരുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ അതൊരു പുതിയ കൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓക്കെ. അഡ്വാൻസ് അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഒരു എൻറ്റിറ്റി കോൺസെപ്റ്റില് ഒരു ചെലവ് വരുന്ന ആ എൻറ്റിറ്റിക്കാണ്. അപ്പൊ ആ എൻറ്റിറ്റിനെ സംബന്ധിച്ച് അഡ്വാൻസ് ആണോ ചെലവാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഫണ്ട് നമ്മൾ നോക്കുന്നില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ? അതെ. അതായത് നമ്മളെ സംബന്ധിച്ച് ആ എൻറ്റിറ്റി, അതായത് പഞ്ചായത്താണ് എൻറ്റിറ്റി, പഞ്ചായത്താണ് പൈസ കൊടുക്കാനുള്ളത്. പഞ്ചായത്ത് പൈസ കൊടുക്കുന്ന അഡ്വാൻസ് അല്ല, അവർ വേജ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റം ചെയ്തു. പക്ഷെ എന്തില്ല, ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് നമ്മൾ റീകൂപ്പ് ചെയ്യണം. നമ്മൾ കോൺട്രാക്ട് വരെയുള്ള വേറെ മോഡലാണ് റീകൂപ്പ് ചെയ്യണം. ആ ഫണ്ടിൽ എപ്പോഴാണോ പൈസ വരുന്നത് നമ്മൾ ഓൺ ഫണ്ടിലേക്ക് അത് എടുക്കും. ഓൺ ഫണ്ടിനെ സംബന്ധിച്ച് അത് കിട്ടാനുള്ളതാണ്. അതായത് ക്ലിയർ അല്ലേ? അവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നത്, ഇപ്പൊ നമ്മളൊരു വർഷാവസാനം വിചാരിക്കുക, നമുക്കൊരു 10 ലക്ഷം രൂപ നമ്മൾ ഇതേപോലെ കൊടുത്തു, എന്നാൽ NREGS ഫണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് NREGS എത്ര പൈസ കിട്ടാനുണ്ട് എന്നുള്ള ഒരു ഇതവിടെ എവിടെയെങ്കിലും പ്രതിഫലിച്ചാൽ മതി. ഉണ്ട്, അത് സിസ്റ്റം തന്നെ കാണിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട, സിസ്റ്റം തന്നെ അഡ്വാൻസ്. അല്ല, അത് ലയബിലിറ്റി ഹെഡിലായിട്ട് കിടക്കോ? ആ കിട്ടാനുള്ളത് നമുക്ക് അല്ലെങ്കിൽ ഒരു ഇങ്ങോട്ടേക്ക് പൈസ വരാനുണ്ട് അസറ്റ് ഹെഡിൽ റിസീവബിൾ എന്നുള്ള മോഡിൽ നിൽക്കുമോ? നിൽക്കും, റിസീവബിൾ മോഡിൽ നിൽക്കും. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ തുല്യമായ അതിൽ അസറ്റും ഇതാക്കിയിരുന്നു. വലിയ റവന്യൂ ചെലവ് വന്നിട്ടുണ്ടോ? അത് കിട്ടാനുണ്ട്, കിട്ടുമ്പോ നമ്മളേക്ക് വരവ് വയ്ക്കും. ഓക്കെ അത് റിപ്പോർട്ട്സിൽ കാണുമല്ലോ സാറേ? റിപ്പോർട്ട്സ് തീർച്ചയായിട്ടും കാണും സാർ. റിപ്പോർട്ട്സ് തീർച്ചയായിട്ടും. ഓക്കെ. 2 മാസം കഴിഞ്ഞിട്ട് അത് ആവുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറേ ക്ലിയർ ആയില്ല, ചോദ്യം ക്ലിയർ ആയില്ല സാറേ. ചോദ്യം ഒന്നുകൂടി പറയോ? ഒന്നും ചോദിച്ചില്ലേ? ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. പറയൂ. ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. നേരത്തെ സാറ് പറഞ്ഞതിലാണ് AFS കൊണ്ടുവരാത്തതൊന്നും ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഇത് കേസ് പറഞ്ഞു. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാവുക വെച്ചാല്, ഇപ്പൊ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് MP ഫണ്ട്, MLA ഫണ്ട്. ഇത് നമ്മള് അതിലിപ്പോ MP ഫണ്ട് ആണെങ്കിൽ ഈ സെഷൻ മുഖേന പേയ്മെന്റ് വരും. പക്ഷെ അതിനൊരു ഹോൾഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. ആ ഹോൾഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ പേയ്മെന്റ് വരുത്തുക. ഈ അറിയാലോ, റിക്കവറീസ് ഒക്കെ ആയിരുന്നാണ്. ആ അക്കൗണ്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരണം. കാരണം അത് AFS വരുന്ന എമൗണ്ട് ആണ്, കൊണ്ടുവരണം. അല്ല, അത് ഇതുവരെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നും തന്നെ MP ഫണ്ട് എല്ലാവരും ഉണ്ടാവും ഞാൻ കരുതുന്നു കേട്ടാ. AFS എന്ത് കൊണ്ടുവരാറില്ല? MP ഫണ്ട് കൊണ്ടുവരാറുള്ളൂ. എന്താ സാറേ കൊണ്ടുവരണം എന്ന് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് MP ഫണ്ടോ MLA ഫണ്ടോ തരുന്നത് നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനോ. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. നമുക്കൊരു MLA ഫണ്ടോ MP ഫണ്ടോ തരുന്നത് നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് തരുന്നത്. ഈ അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? തുല്യമായ രീതിയിൽ ഒരു ബാധ്യത. 100 രൂപേന്റെ അസറ്റ് ക്രിയേറ്റ് ചെയ്താൽ തുല്യമായ 100 രൂപേന്റെ ഒരു ബാധ്യത വേണം, അല്ലെങ്കിൽ 100 രൂപേന്റെ ഒരു വരവ് വേണമല്ലോ. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി പറയാം. ബ്ലോക്ക് പൈസ തരുന്നത് ആണല്ലോ സാറേ? ഓക്കെ. പൈസ തരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. പഞ്ചായത്ത് എന്താണ്? ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് ഒരു റവന്യൂ ചെലവാണ്. കോൺട്രിബ്യൂഷൻ ടു അതേഴ്സ് ആണ്, ആണല്ലോ? ആ കോൺട്രിബ്യൂഷൻ ടു അതേഴ്സ് കൊടുത്താല് പിന്നെ എവിടെ അത് റിഫ്ലക്ട് ചെയ്യണം? ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെടണം, അസറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം പിന്നെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ട് തന്നെ തരാം. അത് വേണ്ടി വരും. കാരണം
അപ്പൊ ഇപ്പൊ ബേസിക്കലി കൊടുക്കണം എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോ അല്ലെങ്കിൽ ബഡ്ജറ്റ് പറയുമ്പോ ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചോളം ഈ കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ടി വരും. അതായത് MP ഫണ്ടും MLA ഫണ്ടും ഒരു തുക, ഒരു 50 ലക്ഷമോ എന്തെങ്കിലും ഒരു തുക ബഡ്ജറ്റിൽ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് പേയ്മെന്റ് ആക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് പ്രത്യേകം പറയണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. അത് സാർ ഇത് മാത്രമല്ല, ഇപ്പൊ ഡെവലപ്മെന്റ് ഫണ്ട് ബ്ലോക്കിന് കിട്ടി, ജില്ലക്ക് കിട്ടി, ജില്ലാ പഞ്ചായത്തിന് കിട്ടി. അവര് പിന്നെ പഞ്ചായത്തിന് വേണ്ടി ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത കോൺട്രിബ്യൂഷൻ ടു പഞ്ചായത്തായിട്ട് കാണിക്കും വേണം. അവരത് റവന്യൂ ചെലവാണ്. അതേ വരവ് ഇവരെ എടുത്തിട്ട് 3 ഹെഡിൽ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, തുല്യമായ അസറ്റും ക്രിയേറ്റ് ചെയ്യണം പഞ്ചായത്ത്. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരിത് ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇത് നല്ലൊരു കൺസെപ്റ്റ് ആണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. കാരണം ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും വരണം, എന്നാൽ മാത്രമേ ശരിയാവും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് നോട്ട് തരാം. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. വിശദമായിട്ട് നോട്ട് തരാം. ഞാൻ ഫോക്കസ് ചെയ്ത പോയിന്റ് ബഡ്ജറ്റ് പ്രിപ്പയർ, ഇപ്പൊ ബഡ്ജറ്റ് എൻട്രി നടത്തുമ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗുരുവായൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേസിൽ MP ഫണ്ട് MLA ഫണ്ട് അവരെ ബഡ്ജറ്റിന്റെ ഭാഗമാവില്ല. പക്ഷേ ബഡ്ജറ്റ് എൻട്രി ചെയ്യുമ്പോൾ MP ഫണ്ട് MLA ഫണ്ടും കൂടിയും അതിനെ എൻട്രി ചെയ്യണം ഒരു എമൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാറേ. MP ഫണ്ട് MLA ഫണ്ട് ഒരു പിന്നെ ടോട്ടൽ എമൗണ്ട്, MP ഫണ്ട് 1 കോടി കിട്ടും, പ്രതീക്ഷിത വരുമാനമാണല്ലോ. MP ഫണ്ട് കിട്ടും, MLA ഫണ്ട് കിട്ടുന്ന ഒരു പ്രതീക്ഷിത എമൗണ്ട് വെക്കാം. പിന്നീട് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. അവസാനം നമുക്ക് വേണമെങ്കിൽ ഒക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യാം. കാരണം ബഡ്ജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ ബഡ്ജറ്റ് ടൂളില്, ബഡ്ജറ്റിന്റെ ഫോർമാറ്റില് ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, MLA ഫണ്ട് MP ഫണ്ടിന്റെ റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അത് കൊണ്ടുവരാത്തോണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കുമല്ലോ. നോർമലി എന്താ വെച്ചാല് സെക്രട്ടറിയുടെ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്തിലേക്ക് വരിക. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അറിയാലോ 3 റോൾ ഉള്ളതുകൊണ്ട് സെക്രട്ടറിയുടെ മാത്രമാണ് ബഡ്ജറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാറുള്ളൂ. BDOയുടെ നമ്മൾ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാറില്ല. കാരണം ഇതിന്റെയൊക്കെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ BDO ആയതുകൊണ്ട് അത് വേറെ ലെവലിൽ അങ്ങോട്ട് പോവാണ് പതിവ്. അത് AFSലും വരില്ല. പക്ഷെ ഇനി അത് പറ്റില്ല. കേസ്മാർട്ട് ആകുമ്പോൾ നിർബന്ധമായും നമ്മൾ അത് എന്തിന്റെ ഭാഗമാക്കേണ്ടി വരും, ബഡ്ജറ്റിന്റെ ഭാഗവും AFSന്റെ ഭാഗവും ആക്കി മാറ്റേണ്ടി വരും. അതായത് സാറേ, നമ്മൾ ഇതിനൊരു കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഈ ഏതൊരു കേരള ഗവൺമെന്റിന്റെ പൈസയോ ജില്ലാ പഞ്ചായത്തിന്റെ പൈസയോ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൈസയോ ഗ്രാമപഞ്ചായത്തിന്റെ പൈസയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ റവന്യൂ ചെലവ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചെയിൻ ആയിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ തന്നെയാണ് വേണ്ടത് സാർ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇപ്പൊ ബഡ്ജറ്റിൽ ഇല്ലാത്തത് കൊണ്ട് പേയ്മെന്റ് ബുദ്ധിമുട്ടാവുമ്പോ ഇപ്പൊ ബഡ്ജറ്റ് എൻട്രി നടത്തുമ്പോ ഇത് നേരത്തെ പറഞ്ഞ മാതിരി ആന്റിസിപ്പേറ്ററി ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തി ആ ടൂളില് അതുകൂടി ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതാണ് പറഞ്ഞത്. അതെ സാർ, തീർച്ചയായിട്ടും വേണം. അല്ലേ? അതല്ലേ അത് വേണ്ടി വരുമല്ലോ. അതെ, വേണ്ട, തീർച്ചയായിട്ടും വേണം സാർ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് കോളം ആക്ച്വൽ AFS അതുപോലെ റിവൈസ്ഡ് ബഡ്ജറ്റ്, ഈ രണ്ട് കോളങ്ങളിലും നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്ക് അടക്കമുള്ള ഓപ്പണിംഗ് ബാലൻസുകൾ അതിനകത്താണല്ലോ തുക ഉൾപ്പെട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഇപ്പൊ സ്മാർട്ടിലേക്ക് ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ആഡ് ചെയ്യുന്നില്ല എന്നാണോ അതോ ഇനി ഓപ്ഷൻ കൊടുക്കുമെന്നാണോ? നമ്മള് AFSൽ എടുത്തിരിക്കുന്നത് പറഞ്ഞാല് നമ്മൾ ബാങ്ക് ഒന്നും അവിടെ എടുത്തിട്ടില്ലല്ലോ. AFSൽ നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യാൻ ബജറ്റ് എൻട്രി എടുത്തിരിക്കുന്നത് എന്താ, നമ്മളെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അവിടെ ബാങ്ക് ഒന്നും ചോദിച്ചിട്ടില്ല. ബാങ്ക് ചോദിച്ചിട്ടില്ല സാറേ. ബാങ്ക് ഉൾപ്പെടെ വരുന്ന ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ നമുക്ക് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വേണം. ഓപ്പണിംഗ് ബാലൻസിൽ നമ്മള് WS1 എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ഓപ്പണിംഗ് ഇടുമ്പോൾ ഈ ബാങ്കുകൾ ഉൾപ്പെടുന്ന BS17+15 അങ്ങനെ ഓരോ ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടാണല്ലോ നമുക്കൊരു ഓപ്പണിംഗ് ബാലൻസ് കിട്ടിയത്. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസിലും അങ്ങനെ തന്നെ വരുമല്ലോ. കറക്റ്റ്. അപ്പൊ അതിൽ നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് ഈ ഫസ്റ്റ് കോളത്തില്. സെക്കൻഡ് കോളത്തിലും അതായത് റിവിഷനിലും നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അടക്കമുള്ള ബാലൻസ് ആണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പോ ഈ നിലവിൽ ഈ ഏപ്രിൽ മുതൽ വരുമ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ പഞ്ചായത്തുകളാരും തന്നെ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ള ഫണ്ടുകൾ വേറെ ബാങ്കുകളിലേക്ക് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിലവിൽ ആ അക്കൗണ്ടിലുള്ള പൈസ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് എന്താണ്? കോഓപ്പറേറ്റീവ് ബാങ്ക് ചേർത്ത് തരുന്നുണ്ട് ഇപ്പം. മറ്റേ അതിന്റെ IFSC കോഡ് കിട്ടിയാൽ മതി എന്നാ പറഞ്ഞത്. അതായത് കോഓപ്പറേറ്റീവ് ബാങ്കില് അവർക്ക് ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ IFSC കോഡ് വെച്ചാണ് പലരും ഇപ്പൊ ആ സ്പ്രെഡ്ഷീറ്റ് ഫില്ലപ്പ് ചെയ്ത് തരുന്നത്. അത് വെച്ച് ഇവിടെ ചേർത്തോണ്ടിരിക്കുകയാണ്. ഇതില് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കൊടുക്കുമ്പോ തുക മാത്രം കൊടുത്താൽ മതി, ഇവിടെ ബാങ്ക് കൊടുക്കണ്ട. തുക മാത്രം കൊടുത്താൽ മതി. അല്ല, ബാങ്കുകളുടെ പലരുടെ ഇതിലും ബാങ്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതാണ് ചോദിക്കാൻ കാര്യം. ആരാ കംപ്ലൈന്റ് പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ്.
കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തോട്ടെ. കണ്ടിന്യൂ. ഓക്കെ, സുജിത്തെ കണ്ടിന്യൂ ചെയ്തു. സുജിത്തെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള ഒരു സർവീസിലാണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇൻബോക്സിൽ വരുന്ന ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ പറയുന്ന 25-26 എന്നുള്ള വിവരങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ന്യൂ ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ അക്കോർഡിയനായ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള സ്ക്രീൻ കാണിക്കും. അതിലെ ആക്ച്വൽസും അതുപോലെ തന്നെ നിലവിലുള്ള ബഡ്ജറ്റിന്റെ വിവരങ്ങളും ഈ ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം മാത്രമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള OB വിവരങ്ങളും അതുപോലെ തന്നെ ഇൻകത്തിനെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ചെലവിനങ്ങളെ നമ്മൾ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി നടത്തണം. എൻട്രി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആൻറ്റിസിപ്പേറ്ററി ഓപ്പൺ എന്നുള്ളൊരു, അതായത് 25-26 ബഡ്ജറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഈ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് നമ്മളൊരു വലിയൊരു നീണ്ട ചർച്ചയിൽ പോയി ഏതൊക്കെ ഷെഡ്യൂളുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഹെഡുകളാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇനി ഞാനത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ഒരു 9 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, AFSനെയും ബഡ്ജറ്റിനെയും വേർതിരിച്ചുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഫങ്ഷണൽ ലിസ്റ്റുകൾ പഞ്ചായത്തിന് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ വിവരങ്ങൾ അവിടെ ഡിഫോൾട്ടായിട്ട് ടിക്ക് വരും. അപ്പോൾ ഇൻ കേസ് വന്നിട്ടില്ലെങ്കിൽ ആ വിവരങ്ങൾ ടിക്ക് ചെയ്തുകൊണ്ട് ഫയലിനകത്ത് വ്യക്തമായിട്ടുള്ള റിമാർക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ വെരിഫയർക്ക് ഫോർവേഡ് ചെയ്യണം. ഫങ്ഷണറി ലിസ്റ്റ് എന്താണ് ഫങ്ഷണറി ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ സെക്ഷനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മിക്കവാറും പഞ്ചായത്തിൽ 2 സെക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. ജനറലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്നൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ വിവരങ്ങൾ അവിടെ HRMS എന്നുള്ളൊരു മൊഡ്യൂൾ വഴി, അതായത് KSMART-ലുള്ള HRMS മൊഡ്യൂൾ വഴി നമുക്കത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. സെറ്റ് ചെയ്താലാണ് നമുക്ക് ലോഗിനൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി അത് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എംപ്ലോയീസിനൊക്കെ ലോഗിൻ ചെയ്യാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് മുഴുവൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫയലിനകത്ത് റിമാർക്ക് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ച കാരണമാണ് ഇത് സേവ് ആവാത്തത്. ഡാറ്റ ക്ലിയർ ചെയ്തിട്ടില്ല. അതിനുശേഷം ഫയൽ വെരിഫയർക്ക് ഫോർവേഡ് ചെയ്യുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ സെൻഡ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ചോദിക്കും. യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ FMBD 01 വെരിഫയർ ആയിട്ടുള്ള വെരിഫയർ ഉദ്യോഗസ്ഥന് ഈ ഫയൽ ഫോർവേഡ് ആകും. ഇത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ HC അല്ലെങ്കിൽ JS അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള ഉദ്യോഗസ്ഥരെ സെറ്റ് ചെയ്യുക ഇതിനകത്ത് വെരിഫയർ ആയിട്ട്. അത് ആർക്കാണ് ചാർജ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടറിയോട് ഉള്ള ചുമതല ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ചുമതല എന്ന് വെച്ചാൽ അവരുടെ ലോഗിനിലേക്ക് ഫോർവേഡ് ചെയ്യുക. അതിനുശേഷം വെരിഫയർ ആയിട്ട് ലോഗിൻ ചെയ്യണം. അദ്ദേഹത്തിന്റെ ലോഗിൻ പെൻ നമ്പറും അതുപോലെ തന്നെ OTP വിവരങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അതിനുശേഷം ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ സെയിം മെനു തന്നെയാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന മെനു വഴി ഫിനാൻസിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി, അപ്പോൾ ആ ഒരു ഓപ്ഷൻ വഴി തന്നെയാണ് നമ്മൾ വെരിഫിക്കേഷൻ നടത്തുന്നത്. ആ ഓപ്ഷൻ വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള അക്കൗണ്ടന്റ് എൻ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ വിവരങ്ങൾ നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ, IFSന്റെ വിവരങ്ങളെല്ലാം നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തിന് റിമാർക്ക് കൊടുത്തുകൊണ്ട് റിട്ടേൺ ചെയ്യാം. അല്ല, തിരുത്തലുകളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ വെരിഫയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്ത് ഫയൽ നെക്സ്റ്റ് ലെവലായിട്ടുള്ള അപ്രൂവിംഗ് ഓഫീസർക്ക് കൈമാറ്റം ചെയ്യണം. അപ്പോൾ ഇവിടെ വെരിഫൈ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ അപ്രൂവർക്ക് ഫോർവേഡ് ആകും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഞാനിതൊരു ഡിമാൻഡൊക്കെ ചെയ്ത് നല്ല ഒരു പരിചയമായി വന്നിട്ടുള്ള സ്റ്റാഫുകളാക്കി, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് പറയാത്ത, ജസ്റ്റ് ഫയൽ വെരിഫൈ ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ ഒരു വെരിഫൈഡ് സ്ക്രീനിൽ കണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയി ലോഗിൻ അപ്രൂവർ ആയിട്ട് ലോഗിൻ ചെയ്യാം.
അപ്രൂവറുടെ ലോഗിനിൽ ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഫയൽ അപ്രൂവ് ചെയ്യാം. ഫയൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സെയിം മെനു തന്നെയാണ്. ജനറൽ ഫീച്ചർ എന്നുള്ള മെനുവിൽ ഫിനാൻസിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. അപ്പോൾ ആ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ വിവരങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് ഫയൽ ഇവിടെ നിന്ന് അപ്രൂവ് ചെയ്യാം. അപ്രൂവർക്കും എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് വെരിഫയർക്ക് തന്നെ തിരിച്ചയക്കാം. വെരിഫയർ വഴി അക്കൗണ്ടിന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് അതിനകത്തുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ വരുത്താം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റിംഗ് മോഡിലാണ്. മീൻസ് തിരിച്ചയച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ടിനെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സെക്രട്ടറിക്ക് വീണ്ടും അപ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഫയൽ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഫയൽ നേരെ കസ്റ്റോഡിയനെ തന്നെ തിരിച്ചു പോകും. അതായത് FMBD 01 എന്ന് പറയുന്ന ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സർവീസ് മാപ്പ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റർക്ക് തന്നെ ആ ഫയലിന്റെ കസ്റ്റോഡിയൻ അക്കൗണ്ടന്റ് ആയിരിക്കും നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടിനെ തന്നെ ഈ ഫയൽ തിരിച്ചു പോകും. അപ്പോൾ ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി ചെയ്യുന്നതും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ നടത്തുന്നതും അതുപോലെ തന്നെ അപ്രൂവൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ടാസ്ക്. ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു വൺ ടൈം പ്രൊസീജിയറാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഈ ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ AFS വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്യണത് ബഡ്ജറ്റ് വിവരങ്ങളും നമ്മുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. അപ്പോൾ OB ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റിവൈസ്ഡ് ബഡ്ജറ്റും അതുപോലെ തന്നെ 26-27 ബഡ്ജറ്റിലേക്ക് കയറി വരും. അപ്പോൾ ഇതൊരു വൺ ടൈം പ്രോസസ് ആയിട്ട് കണ്ടാൽ മതി. ഈ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി അങ്ങനെയുള്ള അപ്രൂവലും കാര്യങ്ങളും നെക്സ്റ്റ് ടൈമിൽ നമുക്കിതിൻ്റെ ഒരു സാധ്യത വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ കഴിഞ്ഞു. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് നമുക്ക് വരാം. ഈ ഒരു ക്യാഷ് സ്മാർട്ടിൽ ചെയ്യുന്ന ഫ്ലോയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഫയൽ ഫോർവേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരിക, അതുപോലെ തന്നെ ഫയൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്യാഷ് സ്മാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലോയുമായി ബന്ധപ്പെട്ട് വർക്ക് ഫ്ലോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഞാനതിൻ്റെ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഒന്ന് ഓടിച്ച് പറയാം. അതായത് നമ്മൾ ആദ്യം ഓപ്പറേറ്റർ ആയിട്ടുള്ള ലോഗിനിൽ ഒരു ഫയൽ അറൈസ് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി ചെയ്യുന്നു, വെരിഫയർക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഫയൽ അയക്കുന്നു, വെരിഫയർ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് അപ്രൂവർക്ക് ഫയൽ അപ്രൂവ് ചെയ്യാൻ അയക്കുന്നു. ഫയൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ തിരികെ കസ്റ്റോഡിയനെ തിരികെ ലഭിക്കുന്നു. ഇത്ര ആയി കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ലോഗിനിൽ ബഡ്ജറ്റ് എൻട്രി ചെയ്യാനുള്ള മെനൂസ് വഴി നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യത്തിൽ പോവാം. ക്ലിയർ. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടന്റ് ലോഗിനിൽ നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടന്റ് ലോഗിൻ വഴി തന്നെയാണ് മുഴുവൻ ബഡ്ജറ്റിംഗ് വിവരങ്ങൾ എൻട്രി ചെയ്യുന്നത്. പക്ഷെ നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് നമ്മളൊരു മൈക്രോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ പോലെ പോകും. അതായത് വിവിധ ജീവനക്കാരെ കൊണ്ട്, അതായത് പേയ്മെന്റും അതുപോലെ തന്നെ വരുമാനവും കൈകാര്യം ചെയ്യുന്ന വിവിധ ക്ലർക്കുമാർ, നമ്മുടെ മിനിസ്റ്ററിൽ അവരാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ, ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. അപ്പൊ അവരെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ബഡ്ജറ്റ് വിവരങ്ങൾ എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റ് ആണ് ഉള്ളത്. അത് കൺസോളിഡേറ്റഡ് ബഡ്ജറ്റ് ആയിരിക്കും. അതായത് ഒരു 2-3 ആളുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷന്റെ ടോട്ടൽ എമൗണ്ടുകളായിരിക്കും നമ്മൾ ബഡ്ജറ്റായിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംവിധാനം നിലവിൽ ചെയ്തിരിക്കുന്ന അക്കൗണ്ടന്റ് ലോഗിനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒരു ലെവലിൽ വിവിധ സെക്ഷൻ ക്ലർക്കിലേക്ക് പോകാം. അക്കൗണ്ടന്റ് ഒരു മേൽനോട്ടം മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാവുക. അക്കൗണ്ടന്റ് ആ ഒരു ജോലി മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് വിവിധ സെക്ഷനിൽ നിന്ന് പ്രപ്പോസലുകൾ സ്വീകരിച്ചു വരുന്ന ബഡ്ജറ്റുകൾ നമ്മൾ അക്കൗണ്ടന്റ് ലോഗിനിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പക്ഷേ ഈ ഒരു ടൈമിൽ അക്കൗണ്ടന്റ് ആയിരിക്കും ഈ 25-26 ബഡ്ജറ്റ് വിവരങ്ങൾ പൂർണ്ണമായിട്ടും അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലോഗിനിലാണ് നമ്മൾ മാപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ട് FMBD 37 എന്ന് പറയുന്ന ഒരു സർവീസിനെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ലോഗിനിൽ മാപ്പ് ചെയ്തിട്ടുള്ള ആ ലോഗിനിൽ നമ്മൾ സർവീസ് എന്ന് പറയുന്ന മെനു, ബഡ്ജറ്റ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്ന മെനുവിലേക്ക് പോകാം. സർവീസ് എന്ന് പറയുന്ന മെനു വഴി ഫിനാൻസ് മാനേജ്മെന്റിനകത്ത് ബഡ്ജറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു കാർഡ് കാണാം.
ഈ ഒരു മെയിൻ കാർഡിൽ തന്നെയാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് വരാം. ചിലർക്ക് പുള്ളിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് എൻട്രി ഉണ്ട്, ബഡ്ജറ്റ് ലിസ്റ്റ് ഉണ്ട്, ബഡ്ജറ്റ് ഡിലീറ്റ് ഉണ്ട്. ബഡ്ജറ്റ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ, അതായത് പുതിയതായിട്ട് ചേർക്കാനുള്ള ഓപ്ഷനാണ്. ബഡ്ജറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വിവരങ്ങൾ, എഡിറ്റിംഗ് മോഡൊക്കെയുള്ള ഓപ്ഷൻസ് ആണ്. തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബഡ്ജറ്റ് പ്രസന്റേഷൻ, റിവൈസ്ഡ് ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഈ ഒരു പഞ്ചായത്തിന്റെ ലെവലിൽ ഇപ്പോൾ ആവശ്യമില്ല, നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഇത് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ബഡ്ജറ്റ് സെർച്ച് ആണ്. നമ്മൾ എൻട്രി ചെയ്യുന്ന ബഡ്ജറ്റ് വിവരങ്ങൾ നമുക്ക് ഇൻഫ്ലോ ആണെങ്കിലും, അതായത് വരുമാനമാണെങ്കിലും ചെലവാണെങ്കിലും ഏതൊക്കെ ബഡ്ജറ്റ് എൻട്രി ചെയ്തിട്ടുണ്ടെന്ന വിവരങ്ങൾ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന സെർച്ച് വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് ബഡ്ജറ്റ് റിപ്പോർട്ടാണ് മെയിനായിട്ട്. ഇതിനകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്ന ബഡ്ജറ്റിന്റെ ഫോം 1, അതുപോലെ സമ്മറി, ഹെഡ് വൈസ് റിപ്പോർട്ടുകൾ, ഗ്രൂപ്പ് വൈസ് റിപ്പോർട്ടുകൾ, അതായത് ഓരോ കാറ്റഗറീസ് നമ്മൾ എൻട്രി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വരുന്ന ആ കാറ്റഗറി ഓട്ടോമാറ്റിക് ആയിട്ട് വരാവുന്ന കാറ്റഗറിക്ക് നോക്കുള്ളൂ. ആ കാറ്റഗറി അനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇതുവഴി സ്ക്രീനിൽ കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ 25-26 ഓപ്പണിംഗ് ബാലൻസ് എൻട്രി വിവരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിലവിലുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബഡ്ജറ്റ് സർവീസ് എന്ന് പറയുന്ന കാർഡിനകത്ത് കാണുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന കാർഡിനകത്ത്, ഈ പറയുന്ന മെയിൻ കാർഡായിട്ടുള്ള ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയറും അതുപോലെ തന്നെ കാറ്റഗറിയും ചോദിക്കും. അപ്പോൾ കാറ്റഗറി നമ്മളിവിടെ കൊടുക്കേണ്ടത് ന്യൂ എന്ന് പറയുന്ന കാറ്റഗറി കൊടുക്കണം. വർഷം കൊടുക്കേണ്ടത് 25-26 കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഫയൽ നമ്പർ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ചിലയിടങ്ങളിൽ ഫയൽ നമ്പർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല എങ്കിൽ അവരുടെ OB വിവരങ്ങൾ അപ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ അവർക്കത് എൻട്രി ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇവിടെ ഫയൽ നമ്പറും ഏത് ഡേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ബഡ്ജറ്റ് ടൈപ്പ് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഫ്ലോ ആണ്, ഒന്ന് ഔട്ട്ഫ്ലോ ആണ്. ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റിലെ വിവരങ്ങൾ എൻട്രി ചെയ്യാനും, ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെലവ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന ബഡ്ജറ്റ് വിവരങ്ങൾ എൻട്രി ചെയ്യാനും. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ വരുമാനത്തെ നമ്മൾ 4 മേജർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി മുന്നേ തന്നെ. അപ്പോൾ ആ ഗ്രൂപ്പുകളാണ് നമുക്കിവിടെ ഇൻഫ്ലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെലവിനങ്ങളിലെ മേജർ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ 5 സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ല 5 മേജർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരങ്ങളായിരിക്കും ഇവിടെ കാണിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി വേറെ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇൻഫ്ലോ എന്താണ് ഔട്ട്ഫ്ലോ എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞത്. ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻട്രി ചെയ്യാനും, ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ചെലവിനങ്ങളുമായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്യാനും. അപ്പോൾ നമുക്കിനി എൻട്രിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് എൻട്രി, ഇപ്പോൾ ടാക്സ് ആണ്, ചിലപ്പോൾ റെന്റ് ആയിരിക്കാം, ഏതാണ് ആയിക്കോട്ടെ, നമുക്ക് ആ കാറ്റഗറി ചൂസ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കണം. അപ്പോൾ ആദ്യം ഒരു വരുമാനമാണ് എങ്കിൽ, അതായത് ഓൺ സോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വരുമാനമാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഓൺ സോഴ്സ് റവന്യൂ ആണ് എൻട്രി എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്ലാൻ ഫണ്ട് അല്ലെങ്കിൽ CFC ഇതുപോലെയുള്ള വരുമാനം, ഗ്രാൻറ്റ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഗ്രാൻറ്റ് ഇനത്തിൽ വരുന്ന തുകകളാണെങ്കിൽ നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സൽ നമ്മൾ ഓൾറെഡി ഈ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പേരിൽ തന്നെ നമുക്ക് ഏതാണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുള്ള വല്ല വർക്കുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമായിട്ട് ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 3ാമത്തെ ഓപ്ഷൻ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റിക്കവറീസ് നമ്മൾ നേരത്തെ ഒരു സംശയം ചോദിച്ചിരുന്നു, റിക്കവറീസ് ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കയറി വരുന്ന റിക്കവറീസ് അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, അതായത് കയറി ഫോർവേഡ് ചെയ്ത് വരുന്ന ഈ റെന്റിൽ എന്തെങ്കിലും മാറി വരുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വരാവുന്ന റിക്കവറി വരുമാനമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. എന്ന് പറയുമ്പോൾ സാലറിയിൽ വെക്കുന്ന ഒരു ഗ്രോസ് സാലറി വെച്ചിട്ടുള്ള എമൗണ്ടിൽ വരുന്ന റിക്കവറിയിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഓരോ മേജർ ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള സബ് ഗ്രൂപ്പുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ടാക്സ് ആണെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ റെന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ റവന്യൂ ഫ്രം ഓൺ അസറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സബ് ഗ്രൂപ്പുകൾ നോക്കാം, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫണ്ടുകൾ നമുക്ക് കാണാം, അതിനകത്ത് വരുന്ന ഹെഡുകളൊക്കെ നമ്മളിവിടെ എക്സലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും വഴി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഹെഡുകൾ. ഉദാഹരണത്തിന് പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓൺ സോഴ്സ് റവന്യൂ, ടാക്സ്, ഫണ്ട്, ഏത് ഫണ്ടാണെന്ന് വെച്ചാൽ ആ ഫണ്ടിന്റെ കാറ്റഗറി, അക്കൗണ്ട് ഹെഡ് എന്നുള്ളത് പ്രോപ്പർട്ടി ടാക്സ് എടുത്തു. നമ്മൾ അതിനകത്തുള്ള എമൗണ്ട് വിവരങ്ങൾ എത്രയാണ് നമ്മൾ പ്രതീക്ഷിത വരുമാനം, ഞാനൊരു ഡമ്മി എമൗണ്ടോട് കൊടുത്തിരിക്കുന്നത്, ആ പ്രതീക്ഷിത വരുമാനം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് കൊടുക്കുന്നു. അതിന് ശേഷം ഇവിടെ ആഡ് ചെയ്യുന്നു.
ഇനി ഇതിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ വരുമാനം ഈ ഒരു ബഡ്ജറ്റ് ആയിട്ട്, അതായത് ഒരു ബഡ്ജറ്റിനകത്ത് മൾട്ടിപ്പിൾ ഹെഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരാവുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരാവുന്ന അടുത്ത ഏതെങ്കിലും ഒരു പ്രതീക്ഷിത വരുമാനം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്, തടസ്സമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഹെഡ് കൊടുക്കുകയാണ്, സർചാർജ് എന്നുള്ള ഒരു ഇനത്തിൽ ഒരു ഹെഡ് കൊടുക്കുകയാണ്. പ്രതീക്ഷിത വരുമാനമായിട്ട് ഞാനൊരു 3000 എമൗണ്ട് കൊടുത്തു. അപ്പോൾ ആ എമൗണ്ടും കൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഒറ്റ ബഡ്ജറ്റായിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ രണ്ടാമത്തെ ഒരു കാറ്റഗറി, ഇത് വിവിധ ഹെഡുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ടുകൾ പ്രതീക്ഷിത വരുമാനമാണെങ്കിലും ചെലവാണെങ്കിലും അതാത് ഹെഡുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ രീതിയിൽ എൻട്രി നടത്തണം. അതിനുശേഷം അഡീഷണൽ വിവരങ്ങൾ എന്നുള്ള വിവരങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ആണ്. ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖല. അത് ഉദാഹരണത്തിന് പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിൽ നമുക്ക് വാർഡ് തലത്തിൽ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം, ഓരോ വാർഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഇല്ല, ഒരു ടോട്ടൽ ഇൻപുട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വഴി മുഴുവൻ വാർഡിൻ്റെയും ടോട്ടൽ പ്രതീക്ഷിത വരുമാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആരോ സ്ക്രീനിൽ കുറി വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാറ്റഗറി നമ്മളിവിടെ ചൂസ് ചെയ്യുക. ടാക്സ് എന്നുള്ള ഓപ്ഷൻ, അതായത് ആ നമ്മൾ കൊടുക്കുന്ന മേജർ ഗ്രൂപ്പിനനുസരിച്ചിട്ട് ഉള്ള കാറ്റഗറി നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഏത് കാറ്റഗറി ആണോ അല്ലെങ്കിൽ ആ മിഷൻ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 18 ഫംഗ്ഷൻ ഗ്രൂപ്പുകളോട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും നമ്മൾ പഞ്ചായത്തിനനുസരിച്ചിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാനിവിടെ ടാക്സ് ആണെങ്കിൽ ഞാൻ ആ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇപ്പം ഞാൻ റവന്യൂ എന്നുള്ള കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ കൊടുക്കുക. അതിനുശേഷം അത് പരിശോധിക്കേണ്ട, അതായത് നമ്മൾ ബഡ്ജറ്റ് എൻട്രി ചെയ്യുമ്പോൾ ഓരോ ബഡ്ജറ്റിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് അത് പരിശോധിക്കേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അറിയാത്തതാണെങ്കിൽ നമുക്ക് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡിഫോൾട്ട് കൊടുത്തുകൊണ്ട് തടസ്സമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രഷ് എൻട്രി എന്നുള്ള ലെവലിൽ നമുക്ക് ഇതിലേക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഏതൊക്കെ കമ്മിറ്റിയാണ് പരിശോധിക്കുക, ഓരോ ബഡ്ജറ്റ് ഏതൊക്കെ കമ്മിറ്റികളാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ബഡ്ജറ്റിൻ്റെ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റിൻ്റെ കൃത്യമായിട്ടുള്ള പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് ആവശ്യം വരും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വരുമാനത്തിനകത്ത് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു ഫയലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ബഡ്ജറ്റിൻ്റെ പേരിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ തന്നെ കൊടുക്കുക. ഉദാഹരണത്തിന് അവിടുത്തെ ഒരു ടിഎയുടെ സാലറി അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ സെക്രട്ടറിയുടെ സാലറി ഉണ്ടായിരിക്കും, ടിഎയുടെ സാലറി ഉണ്ടായിരിക്കും, അവിടുത്തെ മെയിൻ സ്റ്റാഫുകളുടെ സാലറി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് 3 ബഡ്ജറ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 3 ബഡ്ജറ്റിനും കൂടി ഒരു സാലറി എന്ന് പറയുന്ന ഒരു പേര് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഫയൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ബഡ്ജറ്റിന് 3 വ്യത്യസ്ത യൂണീക്ക് ആയിട്ട് വരാവുന്ന രീതിയിൽ പേര് കൊടുക്കുക. ഉദാഹരണത്തിന് സാലറി സെക്രട്ടറി അല്ലെങ്കിൽ സാലറി പെർമനന്റ് സ്റ്റാഫ് അല്ലെങ്കിൽ സാലറി വർക്കേഴ്സ് ഉണ്ടെങ്കിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സാലറി ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റു ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു കാറ്റഗറി. അപ്പോൾ ഓരോ ഫയലിൻ്റെയും ഓരോ ബഡ്ജറ്റിനും അനുസരിച്ചിട്ട് ആ പേരുകൾ കൃത്യമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കുക. ഇത്രയുമാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്യുന്ന സ്ക്രീനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫയൽ നമ്മളിവിടെ സേവ് ചെയ്യണം. ഇത്രയുമാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ബഡ്ജറ്റ് വിവരങ്ങളും, അതായത് 25-26ന്റെ ഓരോ ബഡ്ജറ്റ് വിവരങ്ങളും 1 by 1 ആയിട്ട് അതാത് ഹെഡുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന മേജർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത സ്ക്രീനിൽ നമ്മളൊരു 9 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പുകളിലേക്ക് ഇവിടെ എൻട്രി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവിടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്റ്റ് ആയിക്കോളും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. ഇത്രയുമാണ് ബഡ്ജറ്റ് എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെലവിന്റെ വിവരങ്ങൾ ചൂസ് ചെയ്യണം. അതായത് ഇവിടെ അടുത്ത ഓപ്ഷനാണ്, ഇവിടെ ന്യൂ കൊടുത്ത് ചെലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ എൻട്രി ചെയ്യാനാണെങ്കിൽ ചെലവിന്റെ വിവരങ്ങൾ ഇവിടെ എടുക്കുക. ബഡ്ജറ്റ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഔട്ട്ഫ്ലോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം മേജർ ഗ്രൂപ്പായിട്ട് ഏത് കാറ്റഗറിയിൽ വരുന്ന ചിലവാണെങ്കിൽ ആ കാറ്റഗറി ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒരു സാലറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാലറിയിൽ വരാവുന്ന പ്രതീക്ഷിത എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ടുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ ഓരോ വരുമാനവും ഓരോ ചെലവും എന്ത് ചെയ്യണം, ബഡ്ജറ്റ് പ്രകാരം നമ്മൾ രേഖപ്പെടുത്തി കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ കൺസോളിഡേറ്റഡ് ഉള്ള റിപ്പോർട്ടുകളിലേക്ക് അപ്ഡേറ്റ് ആയിക്കോളും, അത് പറയാം ബാക്കി. ഇത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഈ സ്ക്രീനുമായി ബന്ധപ്പെട്ട്? നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ബജറ്ററി നെയിം ആണ് അവിടെ ആഡ് ചെയ്യാൻ ചോദിക്കുന്നത്, അതോ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലെയിം എന്നുള്ള ഒരു ഓപ്ഷൻ വരാം. അപ്പൊ ക്ലെയിം അറിയാൻ വേണ്ടിയിട്ടുള്ള, അതായത് ആ ക്ലെയിമിൽ വരേണ്ട പേര്, ബഡ്ജറ്റ് നെയിം, ഈ ഒരു പേരാണ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുക, ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ സാർ ഇപ്പൊ ഉദ്ദേശിച്ച് ഞാൻ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ സാലറി, ഒരു സെക്രട്ടറിയുടെ സാലറി കൊടുക്കണം, അതുപോലെ തന്നെ ജീവനക്കാരുടെ സാലറിയും കൊടുക്കണം. രണ്ടുപേർക്ക് ഞാൻ ബഡ്ജറ്റ് വകയിരുത്തിക്കുന്ന തുക ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വകയിരുത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ രണ്ടുപേരുടെയും ബഡ്ജറ്റ് നെയിം ഞാൻ ഇട്ടിരിക്കുന്നത്, ഒന്ന് സാലറി എന്ന് മാത്രം ഇട്ടു, ഒന്ന് സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു 2 അല്ലെങ്കിൽ സാലറി 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടു. നമ്മൾ ഒരു ക്ലർക്ക്, നമ്മൾ അവിടെ ബഡ്ജറ്റ് എൻട്രി ചെയ്തിരുന്ന ക്ലർക്ക് ട്രാൻസ്ഫർ ആയി പോയി പുതിയൊരു ക്ലർക്ക് വരികയാണ്. പുതിയ ക്ലർക്ക് വന്ന് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലെയിം എടുത്ത് നോക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലെയിമിലേക്ക് ബഡ്ജറ്റ് ലിങ്ക് ചെയ്യുമ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ട് 2 പേരുകൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഒന്ന് സെക്രട്ടറിയുടെ സാലറിക്ക് വേണ്ടി സാലറി എന്നും, മറ്റേത് സാലറി 1 എന്ന് പറഞ്ഞിട്ടും. അപ്പൊ പേര് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേര് വ്യക്തമായിട്ട് കൊടുക്കണം. അപ്പൊ ഉദാഹരണത്തിന് സാലറി സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, അല്ലെങ്കിൽ സാലറി പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ പെർമനന്റ് സ്റ്റാഫ്, സാലറി മറ്റേതെങ്കിലും എഞ്ചിനീയറിംഗ് വിങ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് വിങ്. അങ്ങനെ വ്യത്യസ്ത ബഡ്ജറ്റുകളാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അത് പ്രകാരം പോലെ തന്നെ വ്യത്യസ്ത പേരുകളായിട്ട് യൂണീക്ക് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ അത് വളരെ ഉപയോഗം. ഓക്കെ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. സെക്രട്ടറിയുടെ സാലറി നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന് നമ്മൾ കാറ്റഗറിയും മിഷനും ഒക്കെ കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പോയി പെർമനന്റ് സ്റ്റാഫിന്റെ, റെഗുലർ എംപ്ലോയീസിന്റെ അങ്ങനെ കൊടുക്കണോ? ഓരോന്നായിട്ട് കൊടുത്താൽ മാത്രമേ ഈ പേര് ഉദാഹരണം അല്ല ഞാൻ ഓക്കെ, അത് ഒരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് മൈക്രോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പോലെ വ്യത്യസ്ത ബഡ്ജറ്റുകളായിട്ട് എൻ്റർ ചെയ്യാം, ഓരോ ഹെഡുകളും, അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ചെയ്തിട്ടും എൻ്റർ ചെയ്യാം. അതായത് സെക്രട്ടറിയുടെ സാലറിക്ക് വേണ്ടിയിട്ട് ഒരു തുക നമ്മൾ ആഡ് ചെയ്തു, അതുപോലെ തന്നെ അതേ ഹെഡിൽ അതിന്റെ തൊട്ട് അതിലേക്ക് തന്നെ ആ ബഡ്ജറ്റിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ ജീവനക്കാരുടെ സാലറി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ പേര് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സാലറി ഇന്ന റെഗുലർ പ്ലസ് സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ ആ ഒരു മെൻഷൻ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ബഡ്ജറ്റിന് നമ്മൾ ബുക്കിനകത്ത് തന്നെ ഒരു വ്യക്തമായിട്ട് ഒരു പേര് കൊടുക്കുമല്ലോ, സെക്രട്ടറിയുടെ സാലറിയും അല്ലെങ്കിൽ റെഗുലർ ജീവനക്കാരുടെ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള തുക, അങ്ങനെ പറയുന്ന പോലെ വ്യക്തമായിട്ടുള്ള പേരിൽ കൊടുക്കുക. ഓക്കെ, സജഷൻ ആണ്. ഹലോ, പറഞ്ഞോളൂ സാർ. ഈ ബഡ്ജറ്റ് എൻട്രി എന്നുള്ളത് അതൊരു കൺഫ്യൂഷൻ. ബഡ്ജറ്റ് ഹെഡ് വൈസ് എൻട്രി എന്ന് കൊടുത്താൽ തടസ്സമുണ്ടോ? അതുപോലെ തന്നെ ഈ ബഡ്ജറ്ററി നെയിം, ബഡ്ജറ്റ് ഹെഡ് നെയിം, ബഡ്ജറ്റ് ടോട്ടൽ എല്ലാം കൂടി എൻട്രി ചെയ്യുന്ന പോലെ ഒരു സംശയം വരും. സാറിന്റെ സജഷൻസ് കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാം സാർ, പരിഗണിക്കാം സാർ. മറ്റേ എന്താണ് സാർ പറഞ്ഞത്, എന്താണ് ഹെഡിങ് മാറ്റണം എന്നാണ് സാർ ഉദ്ദേശിച്ചത്? ബഡ്ജറ്റ് എൻട്രി എന്നുള്ള പേര് മാറ്റണം എന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ, ബഡ്ജറ്റ് ഹെഡ് വൈസ് എൻട്രി എന്ന് പറഞ്ഞാൽ ഓരോ ഹെഡ് എൻട്രി ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ സാർ, ഡൊമൈൻ ടീമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട മാറ്റങ്ങൾ എടുക്കാം. ഓക്കെ സാർ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നത് കാണിക്കാമോ? ഗ്രൂപ്പായിട്ട് കൊടുക്കാന്ന് പറഞ്ഞതൊന്ന് കാണിക്കാമോ? ഞാനിപ്പോ ഇതിൽ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു സാലറിയുടെ ഇതാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഞാനിപ്പോ ഒരു ഹെഡ് ആഡ് ചെയ്തിരുന്നത്, അതായത് ഓരോ ഫയലിനനുസരിച്ചിട്ടാണെങ്കിൽ സെക്രട്ടറിയുടെ സാലറി സെപ്പറേറ്റ് ഫയൽ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണതാണ് നല്ലത്. ഇനി അതല്ല ഒറ്റ ഫയൽ നിന്നാണ് പോകണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു ഹെഡ്, ഇപ്പൊ പെർമനന്റ് സ്റ്റാഫിന്റെ ഒരു ഹെഡും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ തടസ്സമില്ല. അപ്പോൾ ഒറ്റ ബഡ്ജറ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഹെഡുകളായിട്ട് ആഡ് ചെയ്തിട്ടും ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ബുക്കിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എൻ്റർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഹെഡുകൾ മൾട്ടിപ്പിൾ ഹെഡുകളായിട്ട് ആഡ് ചെയ്ത് പോകാം. പക്ഷെ ഈ ഒറ്റ ക്ലെയിം ലിങ്ക് ചെയ്യുമ്പോൾ ഈ ഒറ്റ ബഡ്ജറ്റ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ഓപ്പൺ ചെയ്താലാണ് ഇങ്ങനെ അതിലെ മറ്റുള്ള ഡീറ്റെയിൽഡ് സ്പ്ലിറ്റപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരുന്നു. അപ്പൊ അത് ആ ചെലവ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാവൂലേ നല്ലത്? കാരണം സെപ്പറേറ്റ്, അതായത് ഫയലുകൾ വ്യത്യസ്തമാണെങ്കിൽ, അതായത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ, അതായത് സെക്രട്ടറിയുടെ സാലറിക്ക് വേണ്ടിയിട്ട് ഒരു ഫയലും പെർമനന്റ് ജീവനക്കാരുടെ മറ്റു റെഗുലർ എംപ്ലോയീസിന്റെ ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വേറൊരു ഫയലും ആണെങ്കിൽ 2 ബഡ്ജറ്റ് ആക്കി കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്.
അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ വേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മൂന്നാമത്തെ ഒരു ബഡ്ജറ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. ടോട്ടൽ കൺസോൾട്ടേറ്റഡ് എമൗണ്ട് എങ്ങനെയാണ് അവിടുത്തെ ബുക്കുകളിൽ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. ടോട്ടൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ എമൗണ്ട് ആണ് വെക്കാറ് ബഡ്ജറ്റുകൾ അവിടെ. നമ്മളിപ്പോ നിലവില് സാലറി എന്ന് പറയുന്ന ഹെഡില് നമ്മള് സെക്രട്ടറിയുടെ സാലറി, അതുപോലെ തന്നെ റെഗുലർ എംപ്ലോയീസിന്റെ, കോൺട്രാക്ട് സ്റ്റാഫ്, കണ്ടിജന്റ് സ്റ്റാഫ്, അങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഒറ്റ എമൗണ്ട് ആണ്, ഒരു ടോട്ടൽ എമൗണ്ട് ആണ് വെച്ചിട്ടുണ്ടാവുക അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് ഇതെല്ലാം വ്യത്യസ്ത ഫയലുകളായിരിക്കും. എന്തായാലും സെക്രട്ടറിയുടെ സാലറി 1, അതുപോലെ തന്നെ പെർമനന്റ് ജീവനക്കാരുടെ സാലറി 2, വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ കോൺട്രാക്ട് സ്റ്റാഫിന്റെ വേറെ എന്തെങ്കിലും കോൺട്രാക്ട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു സാലറി, പിന്നെ മറ്റേ ഇതുണ്ടോ സീപ്പ, അങ്ങനെ വേറെ ഫയൽ വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും അഡീഷണൽ വേജസ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാറ്റഗറി വരുന്നുണ്ടോ? അതുകൊണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ഓക്കെ. അപ്പോൾ ഇത് വേറെ ഹെഡാണ്. പക്ഷെ അപ്പൊ ഇതൊക്കെ കൂടി മൾട്ടിപ്പിൾ ഹെഡ് ആയിരിക്കും. നമുക്ക് ബാക്കി ചെയ്യണതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതാത് സെക്ഷനിലെ ക്ലർക്കിനെ അതാത് ബഡ്ജറ്റുകൾ എളുപ്പം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഹെഡുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് എൻട്രി ചെയ്യുന്നതുകൊണ്ട് തടസ്സമില്ല. പക്ഷെ ഒറ്റ ബഡ്ജറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വ്യത്യസ്ത ഫയലുകൾക്ക് ഒരു ബഡ്ജറ്റ് മാത്രമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു സാധ്യത വരും. പക്ഷെ നമുക്ക് മൈക്രോ ബഡ്ജറ്റിംഗ് എന്നുള്ള ലെവലിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് അതാത് സെക്ഷന്റെ സാലറികൾ അതായത് ഫയലിലേക്ക് ഒരു ബഡ്ജറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകണമായിരിക്കും നല്ലത്. ടോട്ടൽ സമ്മൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ അറിയേണ്ടി വരില്ല. എന്തായാലും പെർമനന്റ് ജീവനക്കാരുടെ ശമ്പളം എത്ര എക്സ്പെൻഡിച്ചർ വന്നത് നമുക്ക് സെപ്പറേറ്റ് കിട്ടണം. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ശമ്പളത്തിൽ നിന്ന് എത്ര എക്സ്പെൻഡിച്ചർ വന്നുള്ള ഏത് നിമിഷം നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കണം. വേജസ് ഇനത്തിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇനത്തിലോ നമുക്ക് എത്ര എക്സ്പെൻഡിച്ചർ വന്നു എന്നുള്ളത് നമുക്ക് ഏത് നിമിഷവും നോക്കി അറിയാൻ പറ്റണമെങ്കിൽ നമുക്കൊരു സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഹലോ നമ്മൾ ഈ ബഡ്ജറ്റ് എൻഡ് വരുത്തിയ നമ്മൾ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമുക്കിത് എവിടെ കയറി എഡിറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, കാണിക്കാം. ഞാൻ അത് പറയാം. എഡിറ്റ് ചെയ്യണത് ഡിലീറ്റ് ചെയ്യണ വിധം പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോ എൻട്രി ചെയ്യുന്ന പറഞ്ഞോളൂ സാർ. സാറേ, ഈ സാലറി ആയിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സാലറി ഒന്നിച്ച് ചെയ്തിട്ട് റിക്കവറിയും കൂടി അതേ ഒരു ഫയലിൽ ചെയ്യാനുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത്? അപ്പൊ സെക്രട്ടറിയുടെ സാലറിയും പെർമനന്റ് സ്റ്റാഫിന്റെ സാലറിയും PTSന്റെ സാലറിയും ഒറ്റയടിക്ക് ഒറ്റ ഫയലിൽ ചെയ്യാനായിരുന്നില്ല അന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു സാർ? അപ്പൊ നമ്മളത് പിന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഈ മുന്നേ ചെയ്തു വെച്ച ബജറ്റിൽ നമ്മൾ ചിലപ്പോ ഒന്നായിട്ടാവും ഇതെല്ലാം ചെയ്തിരിക്കുക. പക്ഷെ ഇവിടെ അത് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഡിവൈഡ് ചെയ്ത് ചെയ്തിരുന്നാവും നല്ലത്. നമുക്ക് വ്യത്യസ്ത ഫയലുകൾ, ഇപ്പോ റെഗുലർ ജീവനക്കാരുടെ ശമ്പളത്തിന് ഒരു ഫയല്, ടെമ്പററി ജീവനക്കാരുടെ ശമ്പളത്തിന് ഒരു ഫയല്, റിക്കവറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ രീതിയിൽ വേറെയാണ് ചെയ്യുന്നത്. രണ്ടും കൂട്ടി കുഴക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ സാറിന്? ഓക്കെ. അപ്പം അതായത് വേറെ സെപ്പറേറ്റ് ഫയൽ ഇപ്പോഴത്തെ അതേ രീതി തന്നെ തുടരണോ അല്ലേ സാർ? അതെ, അതാണ് നല്ലത്. കാരണം നമുക്ക് സ്ഥിര എംപ്ലോയീസിന് ഒരു ഫയല്, പിന്നെ റിക്കവറി, പിന്നെ താൽക്കാലിക ജീവനക്കാർക്ക് വേറെ ഫയല്, റിക്കവറി അടയ്ക്കാൻ റിക്കവറി മാനേജ്മെന്റ് സംവിധാനം ഉണ്ട്. അതുവഴിയാണ് റിക്കവറി അടയ്ക്കേണ്ടത്. അപ്പോ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ്. സാർ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, ഇനി ഡൗട്ടുകളൊന്നുമില്ലെങ്കിൽ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ നമ്മള് ബഡ്ജറ്റ് എൻട്രി ചെയ്യുന്ന ഒരു സ്ക്രീനാണ് നമ്മൾ കണ്ടത്. അപ്പൊ നേരത്തെ കുറച്ച് നേരത്തെ ഒരു സാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ്, നമ്മൾ തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും എൻട്രി ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ എങ്ങനെയാണിത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത സംഭവം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു സ്ക്രീനിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് വിവരങ്ങളൊക്കെ എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റ് എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബഡ്ജറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെയിൻ മെനു എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സർവീസ് എന്ന് പറയുന്ന മെയിൻ മെനു, അതിനകത്ത് ഫിനാൻസ് മാനേജ്മെന്റിനകത്ത് ബഡ്ജറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു കാർഡും ഉണ്ട്. ആ കാർഡ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു സ്ക്രീനാണ് വരിക. ഒരു 5ഓളം കാർഡുകൾ നമുക്ക് ഇവിടെ എനേബിൾ ആയിട്ട് കാണിക്കും. അതിനകത്ത് ആദ്യത്തെ കാർഡായ ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമായിട്ടുള്ള പക്ഷം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വഴി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വിവരങ്ങൾ വെച്ച് നമ്മൾ അതിനകത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ചോദിക്കും. അപ്പോൾ ആ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയർ ചോദിക്കും, അത് കൊടുക്കുക. കാറ്റഗറി ഇവിടെ ന്യൂ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും 3 കാര്യങ്ങൾ കൊടുത്തുക മാത്രമേ ഇവിടെ ഒരു സെർച്ച് ബട്ടൺ എനേബിൾ ആവുക.
അത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിന്റെ വിവരങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഞാൻ സാറേ അതാണ് കംപ്ലീറ്റ് വരുത്താനുള്ളതേ. ഈ ഫങ്ഷൻ ഗ്രൂപ്പ് അത് എനേബിൾ അല്ല ഇവിടെ. ഓക്കെ, അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ അത് ആ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാർ അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണോ മാപ്പിംഗ് ചെയ്തിരിക്കുന്നത്? എനിക്ക് അവിടെ അതൊരു ഡൗട്ടുണ്ട്. അക്കൗണ്ടന്റ് ആയിട്ടാണ്. ഫുൾ അക്കൗണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ മുഴുവൻ ബഡ്ജറ്റ്, അതായത് അവിടുത്തെ മാപ്പിംഗ് ഒന്ന് പരിശോധിച്ചാൽ മതി. മുഴുവൻ ഫംഗ്ഷൻ ഗ്രൂപ്പും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോ സാറ് പറയുന്നത് അതായത് ഓരോ ഗ്രൂപ്പും ആർക്കാണോ മാപ്പ് ചെയ്തേക്കുന്നത് അവർക്ക് ഇത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അക്കൗണ്ടന്റ് ആയിട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഓഫീസിനെ കീഴിൽ ചെയ്തിട്ടുള്ള മുഴുവൻ ഫംഗ്ഷൻ ഗ്രൂപ്പും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനേബിൾ ആവും. അക്കൗണ്ടന്റ് എന്ന് പറയുന്ന റോളിലാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എങ്കിൽ മുഴുവൻ, അതായത് ആ ഓഫീസിന്റെ കീഴിൽ ഏതൊക്കെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് മുഴുവൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇത് എന്തോ ടെക്നിക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഓക്കെ, അത് പരിശോധിക്കാം. അത് സാറ് ഏത് ജില്ല എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ സാർ അതൊന്ന് അവിടുത്തെ ടീമായിട്ട്, ജില്ലാ തലത്തിൽ ഒരു ടീമുണ്ട്, HRMSന്റെ ഒരു ടീമുണ്ട്, ആ ടീമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രോപ്പർട്ടി ടാക്സിന്റെ ഒരു ബഡ്ജറ്റ് നമ്മളൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് റവന്യൂ മാനേജ്മെന്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബഡ്ജറ്റ്, ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് എഡിറ്റിംഗ് എന്താണോ ആവശ്യമുള്ളത് അതിനോട് ഒരു ആക്ഷൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത സെയിം സ്ക്രീനിലേക്ക് തന്നെയാണ് പോവുക. ഇവിടെ വെച്ചിട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും എമൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ ഒരു എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ എമൗണ്ടുകൾ മാറ്റം വരുത്തി നമ്മളിവിടെ ഒന്നുകൂടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അല്ല, ഇതൊരു ബഗ്ഗാ, അതൊരു പോർഷൻ ബഗ് വന്നതാണ്. അത് ഞാൻ ക്ലിയർ ചെയ്യാം. അത് എന്താ സംഭവം, ഇതൊരു ഡെവലപ്മെന്റ് സൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബഗ്ഗാണത്. ശരിക്കും ഇത് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ സൈറ്റില്, ലൈവ് സൈറ്റില് ഈ ഒരു ഇതുണ്ടാവില്ല. ഇതിപ്പോ വേറൊരു പ്രൊജക്ട് യൂണിറ്റ് ലിങ്ക് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗം വന്നൊരു ബഗ്ഗാണത്. അപ്പോൾ ഈ ഓപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു എമൗണ്ടിലോ അല്ലെങ്കിൽ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മേജർ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എമൗണ്ടിലോ അല്ലെങ്കിൽ ഹെഡോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡീഷണൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ബഡ്ജറ്റ് എഡിറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മളൊരു ബഡ്ജറ്റ് അതെ, ഇത് നമ്മൾ ഈ മേജർ ഹെഡോ സബ് ഹെഡോ അങ്ങനെ അല്ല, സോറി, മേജർ എഡിറ്റബിൾ അല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അതായത് മേജർ ഗ്രൂപ്പോ സബ് ഗ്രൂപ്പോ അങ്ങനെയുള്ള മേജർ കാര്യങ്ങൾ നമുക്ക് തെറ്റുപറ്റി അത് ആ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അപ്പൊ ആ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഹെഡ് വരെ തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ മേജർ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പിലോ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് അത് നമുക്ക് എന്ത് ചെയ്യാം, അത് തെറ്റായ ബഡ്ജറ്റ് ആണെങ്കിൽ ആ വിവരങ്ങൾ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ആണ് ബഡ്ജറ്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഡിലീറ്റ് ഓപ്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യാം, ഫ്രഷ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ റീ എൻട്രി ചെയ്യാം. ബഡ്ജറ്റിനകത്ത് തന്നെ ബഡ്ജറ്റ് എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇത് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുശേഷം ഈ പറയുന്ന ബഡ്ജറ്റ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ വിവരങ്ങൾ നേരെ ആക്ഷൻ ബട്ടനകത്ത് ഒരു ബിന്നിന്റെ ഒരു പടം കാണാം. ജസ്റ്റ് ആ ബിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ്ജറ്റ് ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പോയിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ. ഒന്ന് ബഡ്ജറ്റ് എൻട്രി ചെയ്യാനും, അതുപോലെ തന്നെ ബഡ്ജറ്റ് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ബഡ്ജറ്റ് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യാനും. എന്തെങ്കിലും തെറ്റായിട്ട് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പക്ഷം നമുക്ക് ആ വിവരങ്ങൾ നമുക്ക് ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് കാണിച്ചത്.
ഇനി ഇത്രയുമാണ് നമ്മൾ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലും ഇത്രയും 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി ഫംഗ്ഷൻസ് ഒന്നും ഇതിലിപ്പോൾ ആവശ്യമില്ല. നമ്മൾ സേവ് ചെയ്തു, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ച് സബ്മിറ്റ് ചെയ്താലും മതി. എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ പിന്നെ അത് ഒരു ക്ലെയിം നടത്തിയിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യരുത്, ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്യരുത്. അതായത് ഉദാഹരണത്തിന് ഞാനൊരു ബഡ്ജറ്റ് എൻട്രി ചെയ്തു, ആ ഒരു ബഡ്ജറ്റ് എൻട്രി ചെയ്ത് ഏപ്രിൽ മാസത്തിൽ ഞാൻ ഒരു ചെലവ് നടത്തി, അതിനുശേഷം പിന്നെ ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചർ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു മിനിമം എമൗണ്ട് അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവിഷൻ ബഡ്ജറ്റിനകത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പിന്നീട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതൊരു ഇനി വരാൻ പോകുന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. നിലവിൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ബഡ്ജറ്റ് എൻട്രി ചെയ്യണം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ക്ലിയർ ആയോ? നമ്മൾ ഈ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുന്ന ബഡ്ജറ്റ് നമുക്ക് ഡയറക്റ്റ് പിന്നെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കഴിയൂലേ? സെക്രട്ടറി അപ്രൂവൽ ഒന്നും ഇല്ലാതെ. ഓക്കെ, അക്കൗണ്ടന്റ് ലോഗിനിലാണ് ഇപ്പൊ ഒരു സൂപ്പറാണ്ടിംഗ് പ്രിവിലേജ് അക്കൗണ്ടന്റ് ലോഗിനിലാണ് ഉണ്ടാവുക. അപ്പൊ അദ്ദേഹമാണല്ലോ ബഡ്ജറ്റിന്റെ ഒരു ആധികാരികമായിട്ടൊരു ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലോഗിനിൽ ഇതൊക്കെ സാധിക്കും, നിലവിൽ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അതിനകത്തൊരു ചെലവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല. സോറി, എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ സർ. കോഴിക്കോട് ജില്ലയിലെ പുറമേരി ഗ്രാമപഞ്ചായത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്. അവിടെ ബജറ്റ് എൻട്രി നടത്തി സേവ് ചെയ്തു, സബ്മിറ്റ് ചെയ്തില്ല. ആ കേസുകളൊന്നും പിന്നീട് വരുമ്പോ അവർക്ക് അവിടെ എൻട്രി കാണാനില്ല എന്നും പുതുതായിട്ട് എടുക്കണം എന്നോ അങ്ങനെ ഉണ്ടോ? ശരി. ഇല്ല. നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ വഴി അവരോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതായത് ഈ ബഡ്ജറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി അവർ എൻട്രി ചെയ്യുന്ന വിവരങ്ങൾ അതിനകത്ത് കാണിക്കണ്ടോ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ റിപ്പോർട്ടുകളുണ്ട്, അവർക്ക് പല മെത്തേഡ് വഴി നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബഡ്ജറ്റ് സെർച്ച്, അടുത്തൊരു ഓപ്ഷനാണ് ബഡ്ജറ്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ വഴി ഞാനിപ്പോൾ ബഡ്ജറ്റ് സെർച്ച് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഏതൊക്കെ വിവരങ്ങളാണ് നമ്മൾ എൻട്രി നടത്തിയിരിക്കുന്നത്, അതായത് ഇൻഫ്ലോ ആണെങ്കിൽ ഇൻഫ്ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് PDF ആയിട്ട് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ ഹെഡ് വൈസ് ആയിട്ട് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഏത് ഫണ്ടിന് അഗൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ നമ്മൾ എൻട്രി ചെയ്യുന്ന വിവരങ്ങളൊക്കെ നമുക്കിവിടെ ഇതുപോലെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. കാണിക്കും എൻട്രി ചെയ്ത മുഴുവൻ വിവരങ്ങളൊക്കെ നമുക്ക്. അപ്പോൾ അവരോട് ഈ ഒരു സ്ക്രീൻ വഴി അവരൊന്ന് പരിശോധിക്കാൻ പറയും. അവർ എൻട്രി ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് വിവരങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിനകത്ത് വരുന്നുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റ് അതിനകത്തും ഉണ്ട്, അതായത് അപ്ഡേറ്റഡ് ആണ്, കൃത്യമായിട്ട് തന്നെ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫണ്ട് വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്റ്റാൻഡിങ് മറ്റേ ഫണ്ട്, ഇപ്പൊ ഓൺ ഫണ്ടിൽ മാത്രം വന്നിട്ടുള്ള ഒരു ഇതാണെങ്കിൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റ് വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളിവിടെ ആ ഫണ്ടും കൂടി നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ട്രെയിനിങ് ഒരു ടെസ്റ്റിംഗ് സൈറ്റ് ആയ കാരണം ഞാൻ ഒരു ബഡ്ജറ്റ് മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓൺ ഫണ്ട് കൂടി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഫണ്ടിൽ വന്നിട്ടുള്ള വരവിനങ്ങളും അതുപോലെ തന്നെ ഓൺ ഫണ്ടിൽ വന്നിട്ടുള്ള ചെലവിനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് PDF എക്സൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എക്സൽ കോപ്പിയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിന്റെ നമുക്ക് എന്തൊക്കെയാണ് എൻട്രി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. അതായത് ഒരു ബഡ്ജറ്റ് നമ്മൾ എൻട്രി ചെയ്യുന്നു, അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ലിസ്റ്റ് വഴി നമുക്ക് എഡിറ്റ് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും കൂടുതൽ ആ ഒരു ബഡ്ജറ്റ് തെറ്റായ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വന്ന ഒരു ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ഡിലീറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഫണ്ടിന് അഗെയിൻസ്റ്റ് ആണ് എൻട്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വേർതിരിച്ചുകൊണ്ട്, അതായത് വരുമാനവും ചെലവിനെയും വേർതിരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്ത വിവരങ്ങൾ എക്സ്പോർട്ട് PDF അല്ലെങ്കിൽ എക്സൽ ഫോർമാറ്റ് അല്ലെങ്കിൽ CSV ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു കേസിൽ വരുന്നത്. പിന്നെ അടുത്താണ് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ബഡ്ജറ്റ് റിപ്പോർട്ട്. ഇതിനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഡീറ്റെയിൽ ആയിട്ട്? ബഡ്ജറ്റ് എൻട്രി, ഡിലീറ്റ്, എഡിറ്റിംഗ് സെർച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബഡ്ജറ്റ് സെർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെയാണ്, വേറെ ഡൗട്ടുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ മലയാളം നല്ല കൃത്യമായിട്ട് വരുന്നില്ല കേട്ടോ സാറേ. സാർ PDF മലയാളം കൃത്യമായിട്ട് വരുന്നില്ല എന്നാണോ സാർ ഉദ്ദേശിച്ചത്?
ഫോണ്ട് കറക്റ്റ് വരുന്നില്ല. സാർ അത് ഓക്കെ, അത് പരിശോധിക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു, ഞാനൊന്ന് നോട്ടീസ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു ഫോർമാറ്റില് ഇതൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അത് ചെക്ക് ചെയ്ത് പറയാം. സാറേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മള് നിലവില് സുജിത്തെ ഈ ഫോണ്ട് കറക്റ്റ് വരാത്തതുകൊണ്ട് അവർ ഗൂഗിൾ ഇൻപുട്ട് ഗൂഗിൾ ഇൻപുട്ട് പിന്നെ ചെയ്തതാണ് അങ്ങനെ വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ, ഓക്കെ. ഇതില് ഞാനും ടൈപ്പ് ചെയ്ത് ഞാൻ ഒരു ഡമ്മി കൊടുത്തിരുന്നു, അതിന്റെ നോക്കാം. ടൈപ്പ് ചെയ്തത് സാർ എങ്ങനെ ഗൂഗിൾ ഇൻപുട്ട് വഴിയാണോ ചെയ്തത്, എങ്ങനെയാണ്? യൂണിക്കോഡ് മലയാളം. ഓക്കെ സാർ, ഓക്കെ, ഞാൻ പരിശോധിച്ച് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. മലയാളത്തില് റിപ്പോർട്ട് എക്സലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാമോ സാർ അതിന്റെ റിസൾട്ട് എന്താണെന്ന്? എക്സ്പോർട്ട് ടു എക്സൽ കൊടുത്തിട്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് കൂടി റിസൾട്ട് നോക്കി പറയാമോ? ഓക്കെ സാർ, ശരി. അപ്പോ നമ്മളൊരു 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എഡിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞു. രണ്ടാമതും ബഡ്ജറ്റ് സെർച്ചിനെ കുറിച്ച് പറഞ്ഞു. വിവിധ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ചെയ്ത് അല്ലെങ്കിൽ വരുമാനം എൻട്രി ചെയ്തതും അതുപോലെ തന്നെ ചെലവിന് എൻട്രി ചെയ്തതും ഒക്കെ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ 1-2 ഓപ്ഷൻസ് ആണ് ഞാൻ കാണിച്ചുള്ളൂ. ഈ ഫണ്ട് ടൈപ്പ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒക്കെ വഴി നമുക്ക് അറിയാമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിലേതാ വെച്ചാൽ ബഡ്ജറ്റ് നെയിം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ബഡ്ജറ്റ് ഗ്രൂപ്പ്, ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് വന്നിട്ടുള്ള മുഴുവൻ ബഡ്ജറ്റുകളുടെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കേണ്ട ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഓരോ ബഡ്ജറ്റ് എൻട്രി ചെയ്യുമ്പോഴും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫിനാൻസ് അങ്ങനെ. അപ്പോൾ ഏതൊക്കെ കമ്മിറ്റികളാണ് ഏതൊക്കെ ബഡ്ജറ്റ് പരിശോധിക്കണതിന്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ വരുമാനം ഇപ്പോൾ ഫിനാൻസിന് പരിശോധിക്കേണ്ടതാണെങ്കിൽ ഫിനാൻസിന് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻസ് പരിശോധിക്കേണ്ട വരുമാനത്തിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. ഇവിടെ നമ്മൾ ഔട്ട്ഫ്ലോ എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫിനാൻസ് പരിശോധിക്കേണ്ട ചെലവിനങ്ങളുടെ ബഡ്ജറ്റ് ചെലവിനങ്ങളുടെ ഒരു ലിസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവിധ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് സോർട്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് സെർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ഓപ്ഷനാണ് ബഡ്ജറ്റ് റിപ്പോർട്ട്. നമ്മൾ എൻട്രി ചെയ്യുന്ന ബഡ്ജറ്റ് റിപ്പോർട്ടുകൾ വിവിധ ഹെഡുകളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ചെലവിന്റെ വരുമാനം ഇതാണെങ്കിലും വരുമാനമാണെങ്കിലും നമ്മൾ ഓരോ കൃത്യമായിട്ടുള്ള ഓരോ ഹെഡുകളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിത ഏതൊക്കെ ഹെഡുകളിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ക്രീൻ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതൊരു മൊത്തം ടോട്ടൽ ഒരു ഫുൾ വ്യൂ ആണ് കാണിക്കുക. അതിനകത്ത് എത്ര റവന്യൂ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്, റവന്യൂ ഇൻകം എത്ര വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻകം അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്ര വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് നിലവിലുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ഡാറ്റ ആയതുകൊണ്ടാണ് ഇവിടെ റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 24-25 ഫില്ലായിട്ട് വരുന്നത്. പക്ഷെ പഞ്ചായത്തിലും ഡി പിയിലും ഈ ഒരു കോളം, മൂന്നാമത്തെ കോളം മാത്രമായിരിക്കും കാണിക്കുക. ഈ 2 കോളങ്ങളും ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അവിടെ ഡീറ്റെയിൽ എൻട്രി നടത്താത്ത കാരണമാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ഇവിടെ ഓരോ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പ്രീവിയസ് ബഡ്ജറ്റ് റിവൈസ്ഡ് ബഡ്ജറ്റ് ഈ ഒരു ഓപ്ഷൻ വഴി ചെയ്ത കാരണമാണ് അവിടെ ഫുള്ളായിട്ട് ഈ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ടോട്ടൽ റെസീറ്റ് എത്രയാണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, നിലവിലുള്ള ബാലൻസ് എത്രയാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സമ്മറി റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് നമ്മൾ വിവിധ സബ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ മുമ്പ് തന്നെ. ഇതിലൊരു എറർ ഉണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അങ്ങനെ പറയുന്ന പോലെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോവർട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചർ നമുക്ക് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസുമാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബഡ്ജറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു 3-4 ഇതിൻ്റെ തന്നെ ഹെഡ് വൈസും പല ടൈപ്പിലുള്ള പല കാറ്റഗറിയുള്ള റിപ്പോർട്ടുകളാണ്. അത് ഫീൽഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലെത്രയാണ് ടോട്ടൽ ഇൻഫ്ലോ എത്ര വന്നിട്ടുണ്ട്, ടോട്ടൽ ഔട്ട്ഫ്ലോ എത്ര വന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, അതുപോലെ തന്നെ അസൈൻഡ് റവന്യൂസിൽ എത്ര നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്, പുതിയ ബഡ്ജറ്റിൽ എത്ര വെച്ചിട്ടുണ്ട്, പഴയ ബഡ്ജറ്റ് എത്ര. നമ്മൾ നേരത്തെ ഒരു സംശയം ചോദിച്ചിരുന്നു, വിവിധമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ, ക്ലോസിംഗ് ബാലൻസ് മാത്രമായിട്ട് എൻട്രി ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, 24-25 ബഡ്ജറ്റിന്റെ വിവരങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ 24-25 റിവൈസ്ഡ് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ള വിവിധ കാറ്റഗറിയിൽ വന്നിട്ടുള്ള തുകയും 25-26 നമ്മൾ ന്യൂ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന തുകകളും നമ്മൾ ഒരു കമ്പാരിസൺ ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൊരു 9 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. PDF, എക്സൽ അങ്ങനെയുള്ള ഇതിൽ പലതരത്തിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക്
റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ബഡ്ജറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ബഡ്ജറ്റ് എൻട്രിയുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ഫയൽ അറേസ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എന്ത് ചെയ്യണം, എൻട്രി ചെയ്ത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ നടത്തണം. അതിനുശേഷം അക്കൗണ്ടന്റ് ലോഗിനിൽ ഈ ബഡ്ജറ്റ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് എനേബിൾ ആയിരിക്കും. അതിൽ നമുക്ക് ബഡ്ജറ്റ് മെനു ഒന്നുകൂടെ കാണിക്കാം. ഫിനാൻസ് മാനേജ്മെന്റിനകത്ത് ബഡ്ജറ്റ് സർവീസ് എന്നുള്ള പറയുന്ന കാർഡിനകത്ത് ബഡ്ജറ്റ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബഡ്ജറ്റ് എന്നുള്ള കാർഡിനകത്ത് ബഡ്ജറ്റ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഓപ്ഷൻ വഴി നമുക്ക് ഇവിടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വേർതിരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എൻട്രി നമ്മൾ നടത്തണം. എൻട്രി നടത്തുന്നതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മേജർ ഫ്ലോയും സബ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള ഹെഡുകളായിരിക്കും നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ഹെഡുകളുടെ ഒരു ലിസ്റ്റ് നമ്മളൊരു എക്സൽ ഷീറ്റ് എങ്ങനെയാണ് ആ ഗ്രൂപ്പിംഗ് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു എക്സൽ ഷീറ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിനകത്ത് എല്ലാവരും കിട്ടിയെന്ന് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരുമാനവും ചെലവും, വരുമാനം ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻട്രി ചെയ്യാനും ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ചെലവിനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻട്രി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ ഇൻഫ്ലോയും അതിൻ്റെ ഹെഡുകൾ അനുസരിച്ചുള്ള വരും. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ഒന്നിലും അതുപോലെ തന്നെ അഡീഷണൽ വിവരങ്ങൾ 2ലും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതുപോലെ തന്നെ ചെലവിനങ്ങളും അതുപോലെ തന്നെ ഓരോ ബഡ്ജറ്റ് പ്രകാരമുള്ള തുകകൾ ഓരോ അതാത് ഹെഡുകളിലേക്ക് കൃത്യമായി എൻട്രി ചെയ്തുകൊണ്ട് സേവ് ചെയ്യണം. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി അതിലെന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും എഡിറ്റിങ്ങോ ആവശ്യമുള്ള ഒരു പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ബഡ്ജറ്റുകൾ നമുക്ക് എഡിറ്റിങ്ങിന് സാധിക്കും. എന്തെങ്കിലും തെറ്റായി അതെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഒരു ബഡ്ജറ്റിനെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ എൻട്രി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ബഡ്ജറ്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് എൻട്രി ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ എൻട്രി ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണുന്നതിന് ബഡ്ജറ്റ് സെർച്ച് എന്നുള്ളൊരു കാർഡ് ഉപയോഗിക്കാം. അതിനകത്ത് വരുമാനവും ചെലവിനങ്ങളും വേർതിരിച്ചുകൊണ്ട് വിവിധ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പ്രിന്റ് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ബഡ്ജറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ ഒരു ബഡ്ജറ്റ് റിപ്പോർട്ട് ഫുൾ സംഗ്രഹിത രൂപം എന്ന് പറയുന്ന പോലെ A to Z, അതായത് ടോട്ടൽ റവന്യൂ എത്രയുണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയുണ്ട്, അതിനകത്ത് വരുന്ന ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ടെന്നുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് ബഡ്ജറ്റ് റിപ്പോർട്ട് വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്രയാണ് ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് റിപ്പോർട്ട്, ബഡ്ജറ്റ് സെർച്ച്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. സാറേ ഒരു ചോദ്യം ചോദിച്ചോളാം. അതായത് നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇത് 13 ഷെഡ്യൂളുകളാണ്. അതിൽ 1 മുതൽ 7 വരെ വരവും 8 മുതൽ 12 വരെ ചെലവും 13ാമത്തെ ഷെഡ്യൂളിൽ വരവും ചെലവും ഒരുപോലെയാണ്. അതായത് നമ്മുടെ ഡെപ്പോസിറ്റ് റീഫണ്ട് അവിടെയാണ് നമ്മൾ പിന്നെ പേ സ്മാർട്ടില് റിക്കവറീസും അതുപോലെ പേയ്മെന്റ് ഓഫ് റിക്കവറീസ് എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ഫീൽഡിൽ നിന്ന് വരാവുന്ന ഒരു ചോദ്യം അവിടെയാണ്. അതായത് റിക്കവറീസ് എന്താണ്, പേയ്മെന്റ് ഓഫ് റിക്കവറീസ് എന്താണെന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഡെപ്പോസിറ്റുകൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന സംഗതികളിൽ ആ തുകകൾ നമ്മൾ മുൻകൂട്ടി ബഡ്ജറ്റിലെ പേയ്മെന്റ് ഓഫ് റിക്കവറീസിൽ കാണിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ വരവ് നമ്മൾ 6 അതായത് പിന്നെ ലോൺസ് ഡെപ്പോസിറ്റ്സ് അഡ്വാൻസ് എന്ന് പറയുന്ന ആ 3ാമത്തെ വരവ് ഭാഗത്താണോ അത് കാണിക്കേണ്ടത്? അതെ അതായത് അതായത് നമ്മളിപ്പോ ഡെപ്പോസിറ്റ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള തുകയാണ് നമ്മൾ ഡെപ്പോസിറ്റിൽ കാണിക്കേണ്ടത്. അറിയാലോ, നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ അടുത്ത് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് ഈ വർഷം എത്ര തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ആ തുകയാണ് അതിൽ കാണിക്കേണ്ടത്. റിക്കവറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് അതിലേക്ക് വരവില്ലെങ്കിൽ ചെലവും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ശമ്പളം കൊടുക്കുന്ന റിക്കവറിയോ ഒരു വർക്കിൽ നിന്ന് കൊടുക്കുന്ന റിക്കവറിക്കോ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ബഡ്ജറ്റ് വേണ്ട. റിക്കവറിയിലേക്ക് എങ്ങനെയാണ് സാറേ വരുന്ന ഈ വരവ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എങ്ങനെയാണ്? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ നമ്മൾ ചെയ്തു. നമ്മൾ 1 ലക്ഷം രൂപയെന്നാണ് നമുക്ക് അതിന് ഐ പിടിക്കേണ്ട 1000 രൂപ നമ്മൾ പിടിക്കുന്നത്. ഈ 1 ലക്ഷം രൂപ എന്ന ബഡ്ജറ്റിൽ തന്നെയാണ് പിടിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാതെ നമ്മൾ എന്ത് കാണിക്കണം?
നമ്മുടെ കയ്യിൽ ഈ വർഷം എത്ര രൂപയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നത്, അതിൽ എത്ര രൂപ ഏകദേശം തിരിച്ചു കൊടുക്കാറുണ്ട് വെച്ചാൽ ആ ഡെപ്പോസിറ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ പിന്നെ പേയ്മെന്റിൽ കാണിച്ചാൽ മതി. കാരണം അത് ഓൾറെഡി നമ്മൾ എന്തിലുണ്ട്, നമ്മളെ ക്ലോസിംഗ് ബാലൻസിൽ ആ തുക ഉണ്ട്, ആ ഡെപ്പോസിറ്റ് തുക ഉണ്ട്. ക്ലിയർ ആണോ? ഈ റിക്കവറീസ് കാണിക്കേണ്ട ഏതാണ്? റിക്കവറീസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിന്റെ ആവശ്യമേ ഇല്ല. പക്ഷെ കോർപ്പറേഷനുകളൊക്കെ എന്തുണ്ട്, ഓഡിറ്റ് റിക്കവറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിക്കവറിയോ ആളുകളിൽ നിന്ന് കിട്ടാനുണ്ടാവും. നമ്മൾ ഒരു ബില്ല് നമ്മൾ കൊടുത്തു, ഒരു വർക്ക് ബില്ല് നമ്മൾ അങ്ങ് കൊടുത്തു, ഈ സാമ്പത്തിക വർഷമാണ് കൊടുത്തത്. നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വഴിയോ കുറച്ച് ആളുകളിൽ നിന്ന് ഈ ഇൻകം ടാക്സ് ഇത്ര രൂപ പിടിക്കാനുണ്ട്, KBOCW ഒക്കെ പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് പിടിക്കേണ്ട റിക്കവറി പിടിക്കാതെ നമ്മളെ ഫണ്ടിൽ നിന്ന് അടച്ചുപോയി, അങ്ങനെ എന്തെങ്കിലും റിക്കവറി തുകകൾ നമുക്ക് ഈടാക്കാനുണ്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വരവായിട്ട് രേഖപ്പെടുത്താം. വരവും ചെലവും കാണിക്കും, അതേ സാധനം തന്നെ അല്ലേ? അതേ സാധനം തന്നെ വരവും ചെലവും കാണിക്കും. അതല്ല നമുക്ക് ഈ വർഷം നമ്മൾ റിക്കവറി പിടിക്കണമെന്ന് ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളൂ. മാർച്ച് മാസത്തിൽ ഇപ്പോഴേ GST ഉണ്ടാവുമല്ലോ നമുക്ക് അടയ്ക്കാനുള്ളത് ഏപ്രിലിൽ, അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? മേഡം അതെല്ലാം നമ്മളെ ക്ലോസിംഗ് ബാലൻസിൽ ഓട്ടോമാറ്റിക് കയറി വരും. നമ്മളെ പേയബിൾ ആയിട്ട് അത് നമ്മൾ ഒരു പൈസ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിഡക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് നമ്മുടെ സിസ്റ്റത്തിൽ കയറി വരും. അതൊന്നും നമ്മൾ ചെയ്യണം. ILGMS ഇപ്പോഴും ചെയ്തിരിക്കുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഇത്ര അടവാക്കാനുണ്ടെന്നുണ്ടാവും. ഏപ്രിൽ മാസത്തിൽ അത് പേയ്മെന്റ് രേഖപ്പെടുത്തുമ്പോഴേ ക്ലെയിം രേഖപ്പെടുത്തേണ്ടതുണ്ടോ? ഇല്ല, അതായത് നമ്മളിപ്പോ ഒരു ക്ലെയിം ഈ സാമ്പത്തിക വർഷമാണ് ക്ലെയിം രേഖപ്പെടുത്തുന്നത്, അടുത്ത വർഷവും നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. അതെല്ലാം ഈ ബജറ്റിലാണ് നമ്മൾ എന്തെടുത്തത്, ക്ലെയിം തയ്യാറാക്കിയത്. ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ബജറ്റ് നമ്മൾ എടുത്തു. നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ബജറ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ ബജറ്റ് നമ്മൾ അടുത്ത പ്രാവശ്യം ഏപ്രിൽ 1 നമ്മൾ ഇത് പേയ്മെന്റ് ഓർഡറോ പേയ്മെന്റോ ചെയ്യുമ്പോൾ നമുക്ക് ബജറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, കാരണം അത് കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരം മുൻകൂട്ടി ചെയ്ത പിന്നെ ക്ലെയിമുകളുടെ തുകകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബജറ്റിലേക്ക് കയറി വരും. പ്രീവിയസ് ഇയർ ബജറ്റ് എന്ന് പറഞ്ഞാൽ കയറി വരും. അത് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ബജറ്റ് റിവൈസ് ചെയ്യും. ക്ലിയർ ആണോ? ചോദിക്കുന്നത് സാറേ, അല്ല ILGMS ഇപ്പൊ നമുക്ക് മാർച്ച് മാസത്തിലെ CGST SGST കിട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ ILGMS ഉണ്ട് ഡാറ്റ, പക്ഷെ അതിപ്പോ കേസ് മാർക്കിലേക്ക് വന്നിട്ടില്ല. അത് വരും, അത് OB ബാലൻസ് എൻട്രി ചെയ്യുന്നതോടുകൂടി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ മൈനസ് ആയിട്ട് കിടക്കും, ഇത് ചെയ്യുന്നതോടുകൂടി അത് കറക്റ്റ് ആവും. ഓപ്പണിംഗ് ബാലൻസ് എൻട്രി വഴി അത് വരുന്ന പറയുന്നത് വരും. അതെ വരും. അതായത് ബാലൻസ് ഷീറ്റ് എൻട്രി ആണോ നടത്തുന്നത് അതോ ബജറ്റ് എൻട്രി ആണോ നടത്തുന്നത്, ഏത് വഴിയാ സാർ ഉദ്ദേശിക്കുന്നത്? ബാലൻസ് ഷീറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ AFS ഇവിടെ എൻട്രി ചെയ്യിക്കുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ILGMS AFS തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മളെ കേസ് മോഡൽ എൻട്രി ചെയ്യാൻ പറയും. ആ എൻട്രി ചെയ്യുമ്പോൾ ഈ ഡാറ്റ എല്ലാം ഇങ്ങോട്ട് വരും. അപ്പൊ അതിനുശേഷം അത് റിക്കവറി പേയ്മെന്റ് രീതിയിൽ പേയ്മെന്റ് ചെയ്താൽ മതി എന്നാണോ? പേയ്മെന്റ് റിക്കവറി നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം, ക്ലെയിം ഇട്ടിട്ട് റിക്കവറി പേയ്മെന്റ് ചെയ്യണം. കാരണം അത് ഇൻകം ടാക്സ് ഒന്നും അതുവരെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, റിക്കവറി പേയ്മെന്റ് ചെയ്യുമ്പോഴേ അവിടെ എമൗണ്ട് ഉണ്ടെങ്കിലല്ലേ അവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അതാ പറഞ്ഞത്, അത് ക്ലെയിം ഇട്ട് ചെയ്യണം, ക്ലെയിം ചെയ്ത് ചെയ്യണം. അപ്പൊ ക്ലെയിം ചെയ്യണമെങ്കിൽ ബഡ്ജറ്റിൽ എൻട്രി വരുത്തണം. എൻട്രി തൽക്കാലം ചെയ്യണം, പിന്നീട് നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം തരും. റിക്കവറീസിലാണോ ചെയ്യേണ്ടത്? അല്ല, റിക്കവറീസ് ചെയ്യണ്ട. എവിടെ ബജറ്റിൽ എവിടെ കാണിക്കുന്നില്ലേ? അത് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ആ റിക്കവറി പേയ്മെന്റിൽ ആ തുല്യമായ തുക വരവും കാണിച്ചാൽ മതി, ചെലവും കാണിച്ചാൽ അത് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പെൻഷൻ കോൺട്രിബ്യൂഷൻ പേയബിളും അതുപോലെ തന്നെ എംപ്ലോയർ ലയബിലിറ്റീസും നമ്മൾ ആ പറയുന്ന റിക്കവറീസ് എന്നുള്ള ഭാഗത്ത് കൊണ്ടുവരേണ്ടതുണ്ടോ? കാരണം അതായത് ഈ വർഷം ഷെഡ്യൂൾ പ്രകാരം അവിടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്നുള്ള നമ്മൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് ചെലവ്. അതെ സാറേ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം B9 വരുന്ന റിക്കവറീസ് എല്ലാം അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്, വരവ് ചെലവായിട്ട്, എന്നാലല്ലേ ചെയ്യാൻ പറ്റും. അതെ അത് കൊണ്ടുവരേണ്ടി വരും, ബജറ്റിൽ കൊണ്ടുവരേണ്ടി വരും. ഇപ്രാവശ്യം മാത്രം ക്ലെയിം ഇടേണ്ടി വരും, ILGMS ചെയ്തതിനെ മാത്രം ക്ലെയിം ചെയ്യേണ്ടി വരും. അത് പിന്നീട് റിവേഴ്സ് ബജറ്റ് ചെയ്യുമ്പോഴെപ്പോഴും സാർ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി പഞ്ചായത്തിന് മാത്രം അതിനുള്ള ഒരു സംവിധാനം തരാം, ഡബ്ലിംഗ് വരാതെ കൺട്രോൾ ചെയ്യാം. കാരണം തുടക്കത്തിൽ ഉണ്ടായത് ഒരു പ്രോബ്ലം ആണ്, അത് നമുക്ക് പരിഹരിക്കാം, പരിഹരിക്കാം. പഞ്ചായത്തുകളിലൊക്കെ സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഏത് വ്യക്തിക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയാത്തത്, അതർ ലൈബിലിറ്റി അൺനോൺ സോഴ്സ് നിന്ന് കിട്ടിയ ഫണ്ട് എന്താണെന്ന് അറിയാത്തപ്പോ അതർ ലൈബിലിറ്റിയിലോ അതർ ഡെപ്പോസിറ്റിലോ ഇട്ടിട്ടുണ്ടാവും. ഇത് ആരുടെ പൈസയാണെന്ന് അറിയില്ല, നമുക്ക് ക്ലെയിം ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ OB കയറ്റുമ്പോ കറക്റ്റ് ഏത് വ്യക്തികളിലാണെന്ന് പറഞ്ഞു കയറ്റണമെന്ന് ഒരു ക്ലാസ്സിൽ പറയണ്ടായിരുന്നേ. ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ കുറെ ഇഷ്യൂസ് പല പഞ്ചായത്തും. അതിനെ കുറിച്ച് ഇപ്പൊ പിന്നെ ബോധർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓപ്പണിംഗ് ബാലൻസ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങും.
ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞുതരും, OB എൻട്രിയിൽ പറഞ്ഞുതരും. ഇപ്പൊ അതിനെ കുറിച്ച് ബോധർ ചെയ്യണം. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഹലോ കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. സാർ നമ്മളിപ്പോ ലേലം എടുക്കുമ്പോ ലേലത്തിന്റെ കൂടെ GST എടുക്കുമല്ലോ, അപ്പൊ അത് നമ്മള് ബഡ്ജറ്റിൽ കാണിക്കണോ? ലേലത്തിന്റെ കൂടെ അഡീഷണൽ വാങ്ങുന്ന തുകയായ GST ബഡ്ജറ്റിൽ കാണിക്കണോ? നമ്മൾ ലേലത്തിന്റെ ടോട്ടൽ തുകയാണല്ലോ നമ്മൾ കാണിക്കുക, അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിംഗ് ടാക്സസ് ആണ്. ടാക്സ് ഉൾപ്പെടെ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? എല്ലാം ടോട്ടൽ എല്ലാതും ഗ്രോസ് ആണ് കാണിക്കേണ്ടത്. ഗ്രോസ് ആണ് ലേലത്തിൽ കാണിക്കേണ്ടത്. അപ്പൊ ആ റിക്കവറി ആയിട്ട് ആ GST എടുക്കുന്നത് പേയ്മെന്റ് വരുമ്പോ അത് ഔട്ട്ഫ്ലോയിലും കാണിക്കേണ്ടതായിട്ട് വരത്തില്ലല്ലോ സാറേ? വേണ്ട, അതായത് നിങ്ങൾ ഇപ്പൊ ലേലം ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ വിൽക്കല്ലേ, വിൽക്കണമ്പോ നമുക്ക് കിട്ടുന്ന വിലയുടെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമല്ലേ? അത് ഇൻക്ലൂഡിങ് എന്ത് കാണിച്ചാൽ മതി, നമ്മളെ വരവായിട്ട് കാണിച്ചാൽ മതി. അതിന് വരവ് നമ്മളെ എത്രയാണോ ടാക്സിലേക്ക് നമുക്ക് ജേർണലിറ്ററോ ബാക്കിയുള്ള എല്ലാം ചെയ്യുമ്പോൾ അത് അതിന്റെ രീതിയിൽ സിസ്റ്റം ബാക്കിൽ എടുത്തോളൂ. അപ്പം ആ GST റെമിറ്റൻസ് ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോയിലും ബഡ്ജറ്റിൽ കാണിക്കണ്ട? വേണ്ട, ഔട്ട്ഫ്ലോയിൽ കാണിക്കണം, നിങ്ങൾ ഇൻഫ്ലോ മാത്രം കാണിച്ചാൽ മതി. അത് നമ്മുടെ ഒരു വരവാണ് 1,00,000 രൂപ, അതില് പിന്നെ ഇൻകം ടാക്സും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വനനികുതിയൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചെലവുമാണ്. അതിലേക്ക് ജേർണലിട്ട് മാറ്റി പിന്നെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് അടച്ചാൽ മതി. മാർച്ച് മാസം ഇതേനത്തിൽ കിട്ടിയ GST ആണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി കൊടുത്തിട്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് പ്രത്യേക ശ്രദ്ധയിൽ എവിടെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണ്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുമ്പോൾ ഇത് പ്യൂരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഡബിളിംഗ് വരാതിരിക്കാൻ. ഒരു ജേർണൽ വഴി കൊടുത്തിരിക്കുന്ന റിക്കവറി ജേർണൽ വഴി ചെയ്തിട്ടുണ്ട്, കാണിക്കും. റെസീറ്റ് വഴിയോ ജേർണൽ വഴിയോ പേയ്മെന്റ് ഓർഡർ വഴി ഏത് വഴി ചെയ്താലും അത് റിക്കവറിയിൽ കിട്ടും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡെമോ സൈറ്റ് കിട്ടുമല്ലേ? ഡെമോ സൈറ്റ് കിട്ടും സാറേ, ഡെമോ സൈറ്റ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതേമാതിരി വേണമെങ്കിൽ ഒരു മീറ്റിംഗ് കൂടി ചേരാം. AITമാർക്ക് ലോഗിൻ ചെയ്യാൻ ID ഉണ്ടാവോ? AITമാർക്ക് ലോഗിൻ ചെയ്യാൻ ID ഉണ്ടാവോ എന്ന് വെച്ചാല്, AITമാര് പറഞ്ഞ തസ്തിക നമ്മളെ കയ്യിൽ ഇല്ലല്ലോ. അക്കൗണ്ടന്റിന്റെ ചുമതലക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത്. നമുക്ക് അവരുടെ പെൻ നമ്പറും മറ്റും കിട്ടാൻ അവർക്ക് പെൻ എവിടുന്നാ കിട്ടിയത് AITമാർക്ക്? പെന്ന് AITമാർക്ക് ഇല്ല, അതല്ല നമ്മൾ അവരുടെ ലോഗിനിൽ ചിലപ്പോ കയറി നോക്കി അതിന്റെ റിപ്പോർട്ട് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇപ്പോഴും ILGMസിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവോ? അതായത് AITമാർ ഉദ്ദേശിക്കുന്ന അവർക്ക് ഈ പിന്നെ അവരെ ഈ റിപ്പോർട്ട്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ഒരു പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. റിപ്പോർട്ട്സ് കാണണം അല്ലേ? വിസിബിൾ ആവുന്ന രീതിയിൽ മതി സാർ. റിപ്പോർട്ട് മാത്രമല്ലേ? റിപ്പോർട്ട് വിസിബിലിറ്റി മാത്രം മതി, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മളെ ഈ സംവിധാനത്തിൽ അതുണ്ട്. അത് തരണോ വേണ്ടേ എന്നുള്ള ഒരു പോളിസി ഡിസിഷൻ കൂടി വേണം. അപ്പൊ ഞങ്ങളത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിലും കൂടി പെടുത്തിയിട്ട് അത് തരാം. അതുപോലെ തന്നെ നമ്മള് മാർച്ച് മാസത്തെ സാലറി ഓൾറെഡി 24-25 ബഡ്ജറ്റിൽ നമ്മള് ചിലവ് വരുത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ നെറ്റ് സാലറി പേയബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് സ്മാർട്ടിൽ അതിന്റെ പേയ്മെന്റ് ഇപ്പൊ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ നിലവിൽ സാർ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. തന്നിരിക്കുന്ന നിർദ്ദേശം, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ OBയില് മാറ്റം വരുമല്ലോ. കാര്യം നമുക്ക് ആ നെറ്റ് സാലറി പേയബിൾ എന്നുള്ളത് നിലവിൽ ബജറ്റിന് പുറത്ത് വന്നിരിക്കുന്ന ഒരു അധിക ചെലവാണ്. കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി ബജറ്റിൽ വന്നിട്ടുള്ള ഒരു ചെലവ് നമുക്ക് ഈ വർഷത്തെ വീണ്ടും ഒരു ചെലവ് എന്നുള്ള നിലയിൽ വരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഒരു വരവ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഓപ്പണിംഗ് ബാലൻസ് ക്രമീകരിക്കാൻ കഴിയുമോ? അതായത് സാറേ, അതില് നമുക്ക് ഇപ്പൊ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസം നമുക്കുണ്ട്. അത് നമ്മൾ പിന്നീട് റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അതായത് അടുത്ത വർഷം തൊട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ബജറ്റിന്റെ തുക എപ്പെടുത്തു, ഈ തൊട്ട് മുന്നത്തെ വർഷത്തെ തന്നെ എടുത്തു, ബജറ്റ് തുക എടുത്തു. ഈ എടുത്ത തുക ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ ബജറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും അടുത്ത വർഷം. ക്ലിയർ ആണോ? ഈ വർഷം എന്താണ്? ഈ വർഷം നമ്മൾ ഈ വർഷത്തെ ബജറ്റ് എന്താണോ എടുത്തത് അത് തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആ പ്രീവിയസ് ഇയർ ഈ വർഷം കയറി വരില്ല, ഈ വർഷം മാത്രം.
സാറ് ചില പേയ്മെന്റുകൾ വിട്ടുപോയത് സമയത്തിന് പേയ്മെന്റ് രേഖപ്പെടുത്താതിരിക്കും, പിന്നീട് അത് മനസ്സിലാക്കുമ്പോൾ പ്രയർ പീരീഡ് പേയ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്ന രീതി ILGMS ഉണ്ടായിരുന്നല്ലോ. വർഷങ്ങളിൽ ഏതെങ്കിലും വിട്ടുപോയ പേയ്മെന്റുകള്, അതായത് നിങ്ങൾ ചോദിക്കുന്നത് രണ്ട് വിഷയമുണ്ട്. പ്രയർ പീരീഡ് പേയ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് ആ സാമ്പത്തിക വർഷത്തെ പേയ്മെന്റ് ആണോ ILGMSന്റെ കാലഘട്ടത്തിലുള്ളത് കെ സ്മാർട്ടിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില പേയ്മെന്റുകൾ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ചോദിക്കുന്നത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ കെ സ്മാർട്ടിലാണ് ചെയ്യേണ്ടത്, അതായത് ILGMSൽ ചെയ്തത് ചെയ്യേണ്ടായിരുന്ന ഒരു പേയ്മെന്റ് ആയിരുന്നു. ഏത് വർഷം ഇപ്പൊ ഈ കറന്റ് വർഷമോ അല്ലെങ്കിൽ മുൻ വർഷമോ കെ സ്മാർട്ട് വരുന്നതിന് മുൻ വർഷങ്ങളില്. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ പ്രയർ പീരീഡ് എക്സ്പെൻഡിച്ചറും പ്രയർ പീരീഡ് ഇൻകാണെങ്കിൽ ഇൻകായിട്ട് കൊണ്ടുവരണം, പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പക്ഷെ കെ സ്മാർട്ടിൽ ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല. എല്ലാ പേയ്മെന്റും കെ സ്മാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുക്കും. കെ സ്മാർട്ടിന്റെ പീരീഡിൽ ഓക്കെ അതെല്ലാം പക്കയായിട്ട് പോവും. മുന്നേ വിട്ടു പോയതുണ്ടെങ്കിൽ പ്രയർ പീരീഡ് എക്സ്പെൻഡിച്ചർ ആയിട്ടോ പ്രയർ പീരീഡ് ഇൻകായിട്ടോ അത് ചെയ്യാം. വരവാണിച്ച ഇൻകായിട്ടോ ചെലവാണിച്ച എക്സ്പെൻഡിച്ചർ ആയിട്ടോ ചെയ്യാം. ILGMS പെൻഡിങ് ടാസ്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്താൽ പോരെ? ILGMSൽ AFS തയ്യാറാക്കുമ്പോൾ പെൻഡിങ് ടാസ്ക് ചെയ്യാമല്ലോ പേയ്മെന്റ്. ചിലപ്പോ ചില പേയ്മെന്റുകൾ AFS കൊടുത്തതിന് ശേഷം തിരിച്ചറിഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയായ കാര്യമല്ല. പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. റീകൺസിലേഷൻ ഏത് രീതിയിൽ അത് ടാലി ചെയ്യുന്നുള്ളത് അറിയില്ല. ഇപ്പൊ നിലവിലുണ്ടെന്നല്ല, അതൊരു ഇഷ്യൂ പലപ്പോഴും നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. റീകൺസിലേഷൻ DRO CR ഇട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി ഉണ്ടാവും. കാരണം അന്ന് അതാത് സമയത്ത് ചെയ്യേണ്ട പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാർ പിന്നെ റീകൺസിലേഷന്റെ കാര്യം എന്താവും? അങ്ങനെ CR DR ഇട്ട് ചെയ്യാൻ പറ്റൂലല്ലോ മാഡം. അത് അത് പറ്റില്ല. പലപ്പോഴും പല ടാലിയാക്കി വിട്ടിട്ട് പിന്നീട് അല്ല, നമ്മള് സംഭവിച്ചു പോയത് നിങ്ങള് പിന്നെ ILGMSൽ പെൻഡിങ് ടാസ്കിൽ ചെയ്യാം, അതിൽ പ്രയർ പീരീഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും കെ സ്മാർട്ടില് പിന്നെ എന്ത് ചെയ്യരുത്. കെ സ്മാർട്ടിൽ കാരണം കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെക്ക് വരികയാണ്, കാര്യങ്ങളെല്ലാം വരികയാണ്. കാരണം കറക്റ്റ് പേയ്മെന്റ് പോവാൻ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. മുൻകാലങ്ങളിൽ എന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അത് നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യാം. സാറേ പിന്നെ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു DPC അപ്രൂവൽ ആയിട്ടിരിക്കുന്ന പ്രൊജക്ടുകളിൽ നിന്ന് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാറുള്ളത്. ഈ ബജറ്റ് എൻട്രി ചെയ്യുമ്പോഴും അത് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് സുലേഖയിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രൊജക്ട് ഓൺ ഫണ്ട് ഉൾപ്പെടെ ഒരു പ്രൊജക്റ്റും ഇതിലേക്ക് ഇപ്പൊ കൊണ്ടുവരണം. അത് ഞങ്ങൾ പ്രത്യേകം ട്രെയിനിങ് തന്നിട്ട് ചെയ്താൽ മതി. കാരണം വെബ് സാങ്കേതിക ഇല്ല, കെ സ്മാർട്ട് തന്നെയാണ് പിന്നെ പ്രൊജക്ട് പേയ്മെന്റ്. അപ്പൊ അത് ഒരു കാരണവശാലും സുലേഖയിൽ വകയിരുത്തിയ ഒരു തുക പോലും ഇതിൽ ബജറ്റ് എൻട്രി ചെയ്യരുത്. നോൺ പ്ലാൻ എക്സ്പെൻസ് മാത്രം കൊണ്ടുവന്നാൽ മതി. നോൺ പ്ലാൻ മാത്രം കൊണ്ടുവന്നാൽ മതി. വരവെല്ലാത്തിലും കൊണ്ടുവരണമല്ലോ അല്ലേ? ഇൻഫ്ലോയിലെല്ലാം വരണമല്ലോ. ഇൻഫ്ലോയിൽ നമ്മളെല്ലാം വരുന്നല്ലോ. വേണ്ട, അതായത് പിന്നെ ഇത് വരുന്നത് സുലേഖയിൽ വകയിരുന്ന വരവോ ചെലവോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബജറ്റ് കൊണ്ടുവരണം. ഇപ്പൊ കൊണ്ടുവരണം. അല്ല, ജനറൽ പർപ്പസ് ഫണ്ട് പറഞ്ഞില്ല. ജനറൽ പർപ്പസ് ഫണ്ട് സുലേഖയിൽ വരുന്നതല്ല. സുലേഖയിൽ നോൺ പ്ലാനിൽ വരുന്നതാണ്, പ്ലാനിൽ വരുന്നതല്ല. ഇതിന് വേണ്ടി വാങ്ങിക്കുന്ന ലോണ്, അതേപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ സംസ്ഥാനാവിഷ്കൃത പദ്ധതി വിഹിതങ്ങൾ അതൊക്കെ വേണ്ടല്ലേ? അതൊക്കെ സുലേഖയിൽ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ കൊണ്ടുവന്നാൽ മതി. എന്താ സാറേ? കേൾക്കുന്നില്ല, സാറ് പറയുന്നത് കേൾക്കുന്നില്ല. 2025-26 നമ്മൾ ബജറ്റ് ഭാഗത്താണ് ഈ പറയുന്ന പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് ഇല്ലാന്നല്ലേ സാർ പറഞ്ഞത്? പക്ഷേ അതെ സത്യം സാറേ. എന്നാ സാറേ സംശയം? ഹലോ സാറേ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സാർ. അതായത് നമ്മള് ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പ്ലാനുമായി ബന്ധപ്പെട്ട വരവുകളും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തണമല്ലോ. സാർ, ഓപ്പണിംഗ് ബാലൻസിൽ എവിടെയാണ് പിന്നെ പ്ലാൻ ഫണ്ട് എങ്ങനെയാണ് ബാക്കി ഉണ്ടായിരിക്കുക? ബാക്കി ഉണ്ടാവില്ല. അതായത് അസൈൻഡ് ഗ്രാന്റ്സ് ആൻഡ് റവന്യൂസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നത് BS3 പ്രകാരമുള്ള ജനറൽ പർപ്പസ് ഫണ്ടും അതുപോലെ തന്നെ ബജറ്റ് ഷെഡ്യൂൾ 4 പ്രകാരമുള്ള റവന്യൂ പ്ലാനുമായി ബന്ധപ്പെട്ട വരവുകളും പിന്നെ നമ്മുടെ മൂലധന വരവുകളായ BS7 തുകയുമാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്.
അസൈൻഡ് റവന്യൂസ് ആൻഡ് ഗ്രാന്റ്സില് അതില് ബഡ്ജറ്റ് ഷെഡ്യൂൾ നമ്മൾ 9-ലും നിലവിലെ ഷെഡ്യൂൾ 12-ലുമുള്ള ചെലവുകളാണ് നമ്മൾ അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊണ്ടുവരുന്നത്. അതെ, അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നത്. അതെ. ബജറ്റ് എൻട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന അസൈൻഡ് റവന്യൂസ് ആൻഡ് ഗ്രാന്റ്സ് എന്നുള്ള ഭാഗത്ത് ജനറൽ പർപ്പസ് ഫണ്ട് മാത്രം കൊണ്ടുവന്നാൽ മതിയോ? ബി ഫണ്ട് മതി. ജനറൽ പർപ്പസ് ഫണ്ടും ജനറൽ പർപ്പസ് ഗ്രാന്റും ബി ഫണ്ടും മാത്രം കൊണ്ടുവന്നാൽ മതി. ഡെവലപ്മെന്റ് ഫണ്ട് അനക്ഷർ 4 വരുന്ന ഒരു ഫണ്ടും കൊണ്ടുവരേണ്ടതില്ല. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബജറ്റിൽ കൊണ്ടുവരണം, ഇപ്പൊ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്യാന്ന് പിന്നീട് പറഞ്ഞുതരാം. അതെ, അതെ. അത് ഓട്ടോമാറ്റിക് വരും. അവിടെ നിങ്ങൾക്ക് അനക്ഷർ പ്രകാരം കിട്ടിയ എമൗണ്ട് ഓട്ടോമാറ്റിക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. വേറെ ചോദ്യം ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഇത് ചെയ്ത് നോക്കാനായിട്ട് ട്രെയിനിങ് സൈറ്റ് അവൈലബിൾ ആണല്ലോ? അവൈലബിൾ ആണ് സാറേ, അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രശ്നമൊക്കെ പാഠം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം കൂടി വകയിരുത്തി നമുക്ക് ഒന്നുകൂടി വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വെക്കാം. പ്ലാൻ ഫണ്ട് മുഴുവനും സുലേഖയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ സുലേഖയിൽ വരുന്ന എമൗണ്ടുകൾ തന്നെ ഇപ്പൊ എൻട്രി ചെയ്യേണ്ടത് സാർ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ബജറ്റ് എൻട്രിക്കകത്ത് നമ്മുടെ ജനറൽ പർപ്പസ് ഫണ്ട് മാത്രമേ ഇൻഫ്ലോയിൽ വരാനുള്ളൂ. അനക്ഷർ 4 വരുന്ന ഒന്നും വരണ്ട. അനക്ഷർ 4 കൂടാതെ നമ്മുടെ സുലേഖയിലേക്ക് ബന്ധപ്പെട്ട് ഒന്നും വരണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എമൗണ്ട് സുലേഖയിൽ ബന്ധപ്പെട്ട് എടുക്കണം, എക്സ്ക്ലൂഡിംഗ് ജനറൽ പർപ്പസ് ഫണ്ട്. അതിൽ ചില അതായത് ഡെവലപ്മെന്റ് ഫണ്ട്, മെയിനൻസ് ഫണ്ട്, CFC ഫണ്ട് ഒന്നും കൊണ്ടുവരണം. മറ്റ് ഫണ്ടുകൾ സുലേഖയിലേക്ക് ക്ലബ് ചെയ്യപ്പെടുന്നതും കൊണ്ടുവരേണ്ടതില്ല. അത് വേണം. അതായത് ഇപ്പൊ ജനറൽ പർപ്പസ് ഫണ്ട് വേണം, ഓൺ ഫണ്ട് വേണം.